സ്റ്റാർട്ട് ചെയ്തോ? അപ്പോൾ റെക്കോർഡൂടെ ഉണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് കിട്ടാത്തവർക്ക് നമുക്കത് നമ്മൾ ഇന്ന് കളർ മിക്സ് ചെയ്യണത് നമുക്ക് ഈ ഒരു സൈഡിലുള്ള ഫിഗേഴ്സുകളുടെ 1-2 തലമുടിയൂടെ നമുക്ക് ക്ലിയർ ആക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഗ്രേ കളറാണ് കേട്ടോ, ഗ്രേ കളറാണ് നമ്മൾ മിക്സ് ചെയ്യണത്. അപ്പോൾ നമുക്ക് കുറച്ച് റെക്കോർഡ് കൂടെ കിട്ടുന്നതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഗ്രേ കളറാണ് നമുക്ക് മിക്സ് ചെയ്യുന്നത്. ഗ്രേയുടെ ഒരു മിക്സിങ് എന്ന് പറയുന്നത് ബ്രൗണും ബ്ലൂവും കൂടെ മിക്സ് ചെയ്യുമ്പോൾ കിട്ടും. അത് കുറച്ച് ഡള്ളായിട്ടുള്ളൊരു ഗ്രേ ആണ് കേട്ടോ. നമ്മളിപ്പോൾ ആ കളർ തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. ഇപ്പോൾ അളവ് കൃത്യമായിട്ട് പറഞ്ഞു തരാവേ. തുടങ്ങുന്നതേ ഉള്ളൂ കേട്ടോ. നമ്മളിത് ഈ ഒരു സൈഡിൽ ഇനി 1-2 താടി, മീശ അങ്ങനെയൊക്കെ ഉള്ള ഒബ്ജക്ട്സ് ആണ് ഒന്ന് ചെയ്യണം. ഫിഗറുകളിൽ ഓരോ സൈഡായിട്ടൊന്ന് ഫില്ല് ചെയ്ത് പോവുകയാണ് കേട്ടോ. അപ്പം നമ്മളിതിപ്പോൾ എടുക്കുന്നത് ഒരു ബേൺസീന കളറും കുറച്ച് പ്രഷ്യൻ ബ്ലൂ, രണ്ടും 1:1 എന്നുള്ള അളവിൽ സെയിം അളവിൽ തന്നെയാണ് കേട്ടോ. നമുക്ക് വേണ്ടത് ഒരു ചെറിയ ഗ്രേ കളറാണ് കേട്ടോ. ഗ്രേ സാധാരണ ബ്ലാക്കും വൈറ്റും ആണ്. പക്ഷെ നമ്മൾ കഴിയുന്നതും വൈറ്റ് ഒഴിവാക്കിക്കൊണ്ടാണ് ചുവർ ചിത്രങ്ങളിൽ കളേഴ്സ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ബ്ലാക്ക് എന്ന് പറയുന്നത് ബ്ലാക്കും വൈറ്റും പൊതുവേ ചുവർ ചിത്രങ്ങളിൽ ഒഴിവാക്കും. ബ്ലാക്ക് ഔട്ട്ലൈന് കൊടുക്കും. അല്ലാതെ നമ്മൾ ഫില്ല് ചെയ്യാനൊക്കെ കൂടുതലും നമ്മൾ ബ്രൗണും കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഒരു ബ്ലാക്കാണ് കേട്ടോ. അതിൽ നല്ലപോലെ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഒരു ഗ്രേയുടെ എഫക്റ്റുമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഗ്രേ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പ്രഷ്യൻ ബ്ലൂ ആണ് നല്ലത് കേട്ടോ. ബൺസിനെ എടുക്കുന്ന അതേ അളവിൽ തന്നെ നമുക്ക് പ്രഷ്യൻ ബ്ലൂ കൂടെ കേട്ടോ. ഇപ്പം സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളേ, നീതിയൊക്കെ ഇപ്പം കയറിയതേ ഉള്ളൂ. നമ്മൾ അടുത്ത ഗ്രേ കളറിൻ്റെ മിക്സിംഗ് ആണ്. ഒരു ഡ്രോപ്പ് ബേൺസീനയ്ക്ക് 1 ഡ്രോപ്പ് പ്രഷ്യൻ ബ്ലൂ ആണ് കേട്ടോ. രണ്ടും സെയിം അളവിലാണ് കേട്ടോ. 1 ഡ്രോപ്പ് പ്രഷ്യൻ ബ്ലൂവിന് 1 ഡ്രോപ്പ് ബേൺസീനയാണ്. ആദ്യത്തെ 2-3 ക്ലാസ്സുകൾ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടില്ല. ഇനിയുള്ള ക്ലാസ്സുകളിൽ റെക്കോർഡ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ആരും ക്ലാസ്സിൽ കയറാതിരിക്കരുത്. ക്ലാസ്സിൽ കയറി നമ്മൾ ചെയ്യുമ്പം കുറച്ചുകൂടി ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ റെക്കോർഡുണ്ട്, അത് കണ്ട് പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ നമ്മൾ പിന്നെ മടി പിടിച്ചു പോകും. ക്ലാസ് ലൈവായിട്ട് കിട്ടുന്ന ആ ഒരു എഫക്റ്റ് ഒരിക്കലും റെക്കോർഡിൽ നമ്മൾ സെയിം സാധനം തന്നെയാണ്, പക്ഷേ നമുക്ക് റെക്കോർഡിലാകുമ്പോൾ അങ്ങനെ കിട്ടുമെന്നുള്ളൊരു ധൈര്യത്തിൽ നമ്മൾ പല കാര്യങ്ങളും എൻഗേജ്ഡ് ആവും. മറ്റത് വേറൊരു സോഴ്സില്ല, ടീച്ചറുടെ ക്ലാസ്സിൽ കിട്ടുന്ന പോലൊരു ഇതില്ല എന്നതുള്ളതുകൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതാണ് മെയിനായിട്ടുള്ള കാര്യം. ഈ ലോങ് ടൈം കോഴ്സുകൾക്ക് എനിക്ക് റെക്കോർഡ് തരാനായിട്ടുള്ളൊരു മടി എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കുറച്ചൊന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ പിന്നെ ആരും ക്ലാസ്സുകളിൽ വർക്ക് വയ്ക്കത്തേ ഇല്ല. നമ്മൾ ആറ്റുകാൽ പൊങ്കാല ഇത് ചെയ്തെങ്കിൽ ആരും, ഞാൻ ജസ്റ്റ് അതിൻ്റെ ബാക്കി വീഡിയോസ് ഇടാത്തതിന് കാരണം കുറച്ചെങ്കിലും ഇട്ട് കഴിഞ്ഞാലല്ലേ. ഈ റെക്കോർഡ് കിട്ടിയപ്പോൾ എല്ലാവരും കണ്ടു, വളരെ ആസ്വദിച്ച് അത് ഇഷ്ടപ്പെട്ടു, അവർക്ക് ചെയ്യണമെന്നും ആഗ്രഹമുണ്ട്. പക്ഷെ സമയം ഇതുവരെയിട്ടും കിട്ടുന്നില്ല. ഇതിപ്പം ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നതുകൊണ്ടാണ്. പക്ഷെ നമ്മൾ കളർ മിക്സ് ചെയ്താലും കണ്ടോ, ഇതിപ്പോൾ ഞാൻ ബ്ലാക്ക് എന്ന് പറയുന്ന കളർ തൊട്ടിട്ടേ ഇല്ല, പക്ഷേ ബ്ലൂവും ബ്രൗണും ആണ്. ഇതിനെ കുറച്ചൊന്ന് നമ്മൾ ലൈറ്റ് ചെയ്യുമ്പോൾ കണ്ടോ ഒരു ഗ്രേ പോലത്തെ ഒരു കളറാണ് നമുക്ക് കിട്ടുന്നത് കണ്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചിത്രങ്ങളിൽ ഗ്രേ കളർ കൂടുതലും കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഇതിൽ ഫിഗറിൽ ചിലരുടെ മുടിയൊക്കെ ഗ്രേ കളറാണ്. ചെറിയ ബ്രഷ് എടുക്കാവേ. ഇത് ടേബിളിൽ അഡ്ജസ്റ്റ് ചെയ്ത് വച്ചില്ലെങ്കിൽ വലിയ ക്യാൻവാസ് ആയതുകൊണ്ട് എല്ലാം കൂടെ ഒന്നിച്ച് വയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വേറൊരു പെയിൻറ്റിങ്ങിൻ്റെ കാര്യമൊക്കെ നടന്നപ്പോൾ നമ്മളൊരു എക്സിബിഷന് വേണ്ടി കുറച്ച് പെയിൻറ്റിങ്സ് വന്നിട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ പെയിൻറ്റിങ് കൂടെ ചെയ്യുകയാണെങ്കിൽ 2 പാത്രത്തിൽ വെള്ളം എടുക്കണേ, അല്ലെങ്കിൽ നമ്മുടെ വെള്ളം എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കേണ്ടി വരും കേട്ടോ. നമുക്കപ്പോൾ ഒരു പാത്രത്തിൽ പെട്ടെന്നൊന്ന് കളറ് ശരിയാക്കണമെങ്കിലുമൊക്കെ എന്നിട്ട് ഇതിൽ ഞാൻ 000 ബ്രഷോ അല്ലെങ്കിൽ 00 ബ്രഷോ ഉപയോഗിച്ച് ലോങ് ഹെയർ ആണ് ഈ ഭാഗങ്ങളിലൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇത് ബ്ലാക്കായിട്ടാണ് തോന്നുന്നത്, ഉണങ്ങുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ലൈറ്റ് ആയിക്കോളും കേട്ടോ.
ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ബ്രഷ് വെള്ളത്തിൽ മുക്കി അതേ കളർ തന്നെ കാണാമല്ലോ, ഞാൻ ചെയ്യുന്ന ഭാഗം കാണാമല്ലോ, കാണാൻ പറ്റുന്നുണ്ടോ ഞാൻ ചെയ്യുന്ന ഭാഗം? ഓക്കെ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ബ്രഷ് വെള്ളത്തിൽ മുക്കിയിട്ടാണ്, ബ്രഷ് വെള്ളത്തിൽ മുക്കി ഒന്ന് ഡ്രൈ ആക്കിക്കൊണ്ട് തുടക്കും. അപ്പോൾ ആ ഒരു ഡാർക്ക്നെസ് കുറച്ചൊന്ന് കുറഞ്ഞു കിട്ടും കേട്ടോ. ഗ്രേ കളറിൻ്റെ കോമ്പിനേഷനാണ്, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബേൺസിന ബ്രൗൺ, പ്രഷ്യൻ ബ്ലൂ ആണ് കേട്ടോ. ഞാൻ ആ സ്ഥലത്ത് അറിയാതെ ബ്രൗൺ കളർ. കുഴപ്പമില്ല, വേറെ ഏതെങ്കിലും ഹെയർ ഉണ്ടെങ്കിൽ ആ ഹെയറിന് കൊടുത്താൽ മതി കേട്ടോ. അയാളെ തലമുടി ബ്രൗൺ ആയിപ്പോയെന്ന് പറയുന്നത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. എക്സ എനിക്ക് ഫോട്ടോ ഒന്നും ഇട്ടില്ലല്ലോ എക്സ. കംപ്ലീറ്റ് ചെയ്തില്ലായിരുന്നു ടീച്ചർ, കഴിഞ്ഞ ക്ലാസ്സിലില്ലായിരുന്നു. അത് എന്നാ ഡൗട്ടുള്ളത് ചോദിച്ചാൽ മതി കേട്ടോ. അത് കുറേ നമുക്കറിയാം, ടീച്ചറിനറിയാം പരീക്ഷയൊക്കെയാണ്, പക്ഷെ എന്നാലും നമുക്ക് കുറച്ചല്ലേ ചെയ്യുന്നുള്ളൂ, നമ്മൾ ഒരുപാട് ഗ്യാപ്പ് ഇട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും ഇനി നമുക്ക് പെട്ടെന്ന് തീർക്കണം. ഇനിയിപ്പോൾ നമ്മൾ വിഷുവായിട്ടൊക്കെ ബന്ധപ്പെട്ട് വേറെ കോഴ്സുകളൊക്കെ വരെയാണ്. അപ്പം ഒരുപാട് ലാഗ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ചെയ്യുന്നതിനൊരു ഇൻട്രസ്റ്റ് അങ്ങ് പോകും കേട്ടോ. അപ്പോൾ കഴിയുന്നത് നിങ്ങൾ പകലൊക്കെ ഞാനുണ്ട്, നിങ്ങൾ ചെയ്യുന്നതനുസരിച്ച് വോയിസ് ആയിട്ട് ഇടുക. അതിനെ കണ്ടില്ലെങ്കിൽ ഒന്ന് മിസ് കോൾ അടിക്കുകയോ ഫോൺ വിളിക്കുകയൊക്കെ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. അതൊന്ന് തീർക്കത്തക്ക വിധത്തിൽ ഇതുവരെയുള്ളത് ഞാനൊന്ന് ഹെൽപ്പ് ചെയ്യാം. ഇനിയുള്ളതിൻ്റെ റെക്കോർഡ് കൂടെ അങ്ങ് തരാം കേട്ടോ. ഇത് ലിങ്കായിട്ടാണ് വരുന്നത്, അപ്പം യൂട്യൂബിലാണ്, വേറെ ആർക്കും ഷെയർ ചെയ്യരുത്, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ഇത് നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും കാണാം, കണ്ട് കൂടി ഇരുന്നൊന്ന് ചെയ്തിട്ട് ഡൗട്ടുള്ളത് ചോദിച്ച് എനിക്കൊന്ന് ഇട്ടാൽ മതി കേട്ടോ. ഏതാണോ നമ്മൾ ഈ ചെയ്ത് വരുമ്പോൾ ഏത് ഭാഗത്താണോ ചെയ്യാൻ പറ്റാത്തത് ആ ഭാഗത്തിൻ്റെ ചോദിച്ചാൽ മതി, പറഞ്ഞുതരാം. കണ്ടോ, ഇപ്പോൾ നമുക്കൊരു വൈറ്റ് ആണെങ്കിൽ ഒരു ഗ്രേയുടെ ഒരു എഫക്റ്റ് നന്നായിട്ട് വന്നില്ലേ. അതുപോലെ ഇവിടെ ഒരാൾ കഷണ്ടി ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്, അയാളുടെയും കുറച്ച് ഞാനൊന്ന് ഒരു ചെറുതായിട്ടൊന്ന് റിങ് പോലെ ആ തലയിലും നമ്മളതാണ് കൊടുക്കുന്നത്. പിന്നെ നമുക്കിത് ഇയാളുടെ ഒരു തലയിൽ നമ്മളൊരു തൊപ്പി വെച്ചിരിക്കുന്നതായിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. വേറൊരു കളറൂടെ കൊടുക്കാം. ഈ ബ്ലൂ ഇട്ടിരിക്കുന്ന ഡ്രസ്സിനും ഈ ഒരു ഗ്രേ കളർ തന്നെ കൊടുക്കാം കേട്ടോ. നല്ലപോലെ വെള്ളം ചേർത്ത് രണ്ടാമത് ചെയ്യുന്നത് ബ്രഷിൽ നമ്മളത് വെള്ളത്തിൽ മുക്കിയിട്ടൊന്ന് സ്മജ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നമ്മളിപ്പം കളർ വയ്ക്കുമ്പോൾ കുറച്ച് ഡാർക്കായിട്ടാണ് തോന്നുന്നത്, ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ കുറച്ചുകൂടെ ലൈറ്റായിട്ട് തോന്നും കേട്ടോ. നമ്മൾ ഷെയ്ഡ് വയ്ക്കുമ്പോൾ ഭയങ്കര ഡാർക്കായി പോയെന്ന് നോക്കണ്ട, വാട്ടറിലാണ് നമ്മളത് ലയിപ്പിക്കുന്നത്.
അതുകൊണ്ട് തന്നെ ഡ്രൈ ആകുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ലൈറ്റ് ആയിക്കൊള്ളും കേട്ടോ. അപ്പോൾ വാട്ടറിഷ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ നമുക്ക് ആ രീതിയിൽ ചെയ്യാം. ഇവിടെ ഞാൻ ഫുള്ളായിട്ട് ഷെയ്ഡ് എടുത്തു. അവിടെയുള്ള കുറച്ച് ഫിഗർ ഈ ഒരു ഫിഗറിൻ്റെ ഷോളിലേ ഉള്ളു കേട്ടോ. അത് നമ്മൾ ഡയറക്റ്റ് റെഡ് എടുക്കുന്നുണ്ട്. ഒരു മിനിറ്റ്. ഇനി ഇങ്ങേറ്റത്തൊരു ഫിഗർ കൂടെ ഉണ്ട്. ഞാനൊന്ന് ക്യാമറ അഡ്ജസ്റ്റ് ചെയ്തോട്ടെ. കേട്ടോ, ക്യാമറ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോട്ടെ. ഒന്ന് വെയിറ്റ് ചെയ്യും. ഇപ്പോഴാരാ ജോയിൻ ചെയ്തേ? നോറയാണോ? ഓക്കെ മോളെ. മോളെ ഒരു ഗ്രേ കളറാണ് ഉണ്ടാക്കി. ടീച്ചർ അത് വീഡിയോ ആയിട്ട് ഗ്രൂപ്പിൽ ഇടാം കേട്ടോ. ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് മുതൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ അത് ടീച്ചർ വീഡിയോ ആയിട്ട് ഇടാം. ഈ ഫിഗർ കാണാൻ പറ്റുന്നുണ്ടോ ഫുള്ളായിട്ട്? ആ ഫിഗറിൻ്റെ ഡ്രസ്സ് നമ്മൾ സെയിം കളറാണ് കൊടുക്കുന്നത് കേട്ടോ. ഇത് ബേൺസീനെയും പ്രഷ്യൻ ബ്ലൂവും കൂടെ മിക്സ് ചെയ്തതാണ് കേട്ടോ നോറ. ഒരേ സെയിം അളവിലെടുത്തിട്ട് വാട്ടർ വെച്ച് മിക്സ് ചെയ്തതാണ് കേട്ടോ. ഇവിടെ ഒരു ഗ്രേ കളറാണ് നമുക്ക് കിട്ടുന്നത്. ഒരു നല്ല ഡാർക്കായിട്ട് ചെയ്താൽ ബ്ലാക്ക് ആയിട്ടാണ് കിട്ടുന്നത്. നമ്മൾ കുറച്ച് വെള്ളം ചേർക്കുന്നത് കൊണ്ടാണ് നമുക്കതൊരു ഗ്രേ പോലെ തോന്നുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ കളർ ഔട്ട്ലൈൻ കൊടുത്തിട്ട് ബ്ലാക്ക് പോലെ നമ്മൾ യൂസ് ചെയ്യാണ് കേട്ടോ. മോള് ആയ പിക്ചർ ടീച്ചറിന് ഇടണേ. വരച്ചത് അത്രേ. പരീക്ഷ നടക്കണം തോന്നല്ലേ നോറ? നാളെ എക്സാം കഴിയപ്പോ തുടങ്ങും ചെയ്യാം. ഓക്കെ നാളെ കഴിയും. ബാക്കി ഇഷാനയ്ക്കും ആശിഷയ്ക്കും ഒക്കെ മറ്റന്നാ തുടങ്ങിയുള്ളൂ അല്ലേ? ഇഷാനാ, ആശിഷ എല്ലാവർക്കും ഫ്രൈഡേ അല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നേ? ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല കേട്ടോ. കുറച്ച് സമയമല്ലേ എടുക്കുന്നുള്ളൂ. നിങ്ങൾ പഠിക്കുന്ന നല്ല മിടുക്കര് കുട്ടികളല്ലേ? ഇത് കുറച്ച് വെള്ളം ചേർത്ത് കുറച്ചൊന്ന് നല്ല ലൈറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്തത് കുറച്ചുകൂടെ ഡാർക്കാണ്. ഇപ്പം എന്ത് ചെയ്ത് ഞാൻ കുറച്ചുകൂടെ വാട്ടർ ചേർത്ത് കുറച്ചുകൂടെ അതിനെ ഒന്ന് നല്ല ലൈറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 1-2 ഭാഗങ്ങളിലെ കളറുകൾ ക്ലിയർ ആക്കി ഒന്ന് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇവിടെ ഒരു മെഴുകുതിരി വരുന്നുണ്ട് കേട്ടോ. മെഴുകുതിരി നമ്മൾ വേണമെങ്കിൽ ലൈറ്റ് ബ്ലൂ ആയിട്ട് നല്ല പ്യുവർ വൈറ്റ് ആയിട്ടുള്ള മെഴുകുതിരി കൊടുക്കാം, യെല്ലോ മെഴുകുതിരി കൊടുക്കാം, പല കളറിൽ കൊടുക്കാം. മെഴുകുതിരിയുടെ സ്റ്റാൻഡ് കേട്ടോ, ഒരു സിൽവർ എഫക്റ്റ് തോന്നത്തക്ക വിധത്തിൽ ഗോൾഡ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. പക്ഷെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഒരു ഗോൾഡ് കൊടുക്കുന്നുണ്ട്. സ്റ്റാൻഡ് കാണാമോ? കുറച്ച് ഇല്ലല്ലേ? സ്റ്റാൻഡ് കാണാൻ പറ്റുന്നുണ്ടോ? കുറച്ച് കാണാമല്ലോ. മുകളിലത്തെ ഭാഗം കാണാൻ വേണ്ടി
അപ്പം എല്ലാം കൂടെ ഒരു അതേ കളർ തന്നെയാണോ കൊടുക്കുന്നത്? അതേ കളറ്. നമ്മളെല്ലാം കൂടെ ഒരു ഗോൾഡ് കൊടുക്കണ്ടെന്ന് വെച്ചിട്ട് നമുക്ക് പിന്നെ ഇതിനകത്ത് ഫ്രൂട്ട്സ് ബൗളുകൾ വരുന്നുണ്ട്, പാത്രങ്ങൾ വരുന്നുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ക്യാൻഡിലിൻ്റെ ഫ്രെയിം, ക്യാൻഡിലിൻ്റെ ആ ഒരു വെളിച്ചം എല്ലാം ഒരു യെല്ലോ കളറല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇത് നമുക്ക് ഒരു സിൽവർ കളറിലോട്ട് കൊടുക്കാം കേട്ടോ. ഇത് കുറച്ചുകൂടെ ഞാനൊന്ന് ഡാർക്ക് കൂട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. കളറിൽ മുക്കിയിട്ടാണ് ഡാർക്ക്. നമ്മൾ നേരത്തെ കുറച്ച് നല്ല ലൈറ്റായിട്ടാണ് കൊടുത്തത്, പക്ഷെ ഇവിടെ കുറച്ചുകൂടെ ഒന്ന് ഡാർക്ക് കൂട്ടുന്നുണ്ട് കേട്ടോ. എപ്പോഴും നമ്മളിങ്ങനെ വെള്ളം ചേർത്ത് ലയിപ്പിക്കുന്ന കളേഴ്സുകൾ യൂസ് ചെയ്യുമ്പോൾ കുറയിച്ച പാർട്ടായിട്ട് ചെയ്യുക. ഒരു പൊസിഷൻ ഫുള്ള് ഡാർക്ക് കൊടുത്തിട്ട് പിന്നെ വെള്ളം ചേർത്ത് സ്മജ് ചെയ്യാന്ന് പറഞ്ഞാൽ ആ കളർ ചിലപ്പോൾ അവിടെ അങ്ങ് ഉണങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചെയ്യുമ്പോൾ ഇതുപോലെ നല്ലപോലെ സ്മഡ്ജിങ് നടക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് കുറയിച്ച പാർട്ടേ നമ്മൾ എന്ത് ചെയ്യാവും സ്മഡ്ജിങ് ചെയ്യാനായിട്ട് പാടുള്ളൂ കേട്ടോ. എനിക്കിപ്പോൾ ഈ ക്യാൻഡിൽ ഫുള്ള് ചെയ്തിട്ട് ഈ ഒരു ഭാഗം സ്മജ് ചെയ്തെടുത്താലും മതിയായിരുന്നു. പക്ഷെ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇത്ര നന്നായിട്ട് ഇപ്പോൾ ടീച്ചർ ചെയ്യാൻ പോലെ നന്നായിട്ട് ലയിച്ച് വരത്തില്ല കേട്ടോ. അപ്പം നിങ്ങൾ കുറയിച്ച ഭാഗങ്ങളിൽ ചെയ്യുക. ഇത് ഉണങ്ങി ട്രൈ ചെയ്യാമെങ്കിലും നമുക്ക് നന്നായിട്ട് ലയിപ്പിക്കാൻ പഠിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരുവിധം കളർ ലയിപ്പിക്കാൻ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. മേരിക്കുട്ടി ചേച്ചി ഉണ്ടോ? നന്നായിട്ടുണ്ട്. ഫേസൊക്കെ സ്മഡ്ജിങ് ഒക്കെ നല്ല രസമുണ്ട് കേട്ടോ. പണ്ടത്തെ ദിവസം ഭയങ്കര ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് കേട്ടോ. ഞാൻ വെച്ച് കുറേ ദിവസം ആണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു മെത്തേഡും കൂടി ആയതുകൊണ്ടായിരിക്കും തോന്നുന്നു എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ. ആ വാട്ടർ ഇഷ്യൂ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു രീതി ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് കഴിഞ്ഞ ആഴ്ചത്തെ ആ പല കളറിലെ ഡ്രസ്സിന്റെ ഇത് ചെയ്തത് ഞാനില്ലായിരുന്നു. 2-3 ദിവസം കൊണ്ടേ ഇല്ലായിരുന്നു. ഇന്നലെ ഞങ്ങൾ എറണാകുളത്ത് ആവശ്യമായിട്ട് പോയി. റെയിൽവേ സ്റ്റേഷനിൽ നിന്നപ്പോഴാണ് ഞാൻ വിചാരിച്ച് കുറേ സമയം ട്രെയിനിൽ അപ്പോഴാണ് വോയിസ് ഇട്ടത്. പക്ഷെ അത് ക്ലിയർ ആയിട്ട് എനിക്ക് ഇടാനും പറ്റിയില്ല. ഞാൻ ഇന്ന് രാത്രി ഇടാം കേട്ടോ. കഴിഞ്ഞ ഒരു 2-3 ഞാനും ഇല്ലായിരുന്നു. അത് എന്റെ ഒരു ആന്റി മരിച്ചു. ഞാൻ നാട്ടിലായിരുന്നു. ഈ നാളെ കയറാൻ പറ്റും തോന്നുന്നില്ല. വീണ്ടും മരണമുണ്ട്. റെക്കോർഡ് ഇടാം കേട്ടോ. അപ്പൊ എനിക്ക് അതൊന്ന് വോയിസ് ഇട്ട് തന്നാ മതി. അതെങ്ങനെയാണ് പല കളറല്ലേ? മേരിക്കുട്ടി ചേച്ചി അതിനകത്ത് റെക്കോർഡ് ക്ലാസ് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. ഇന്നിപ്പോ റെക്കോർഡുണ്ട്. അല്ല ഇന്നത്തേതല്ല ഞാൻ പറഞ്ഞത്. 26th ഒരു ക്ലാസ് അതിന്റെ ഞാൻ വോയിസ് ഇട്ടുതരാം. ശരി, ഓക്കെ. ഞാൻ ഈ റെക്കോർഡിന്റെ മടിക്കുന്നതിന് കാരണം എന്ന് വെച്ചാൽ പലരും ക്ലാസ്സിൽ കയറത്തില്ല, വർക്കുകൾ ചെയ്യില്ല എന്ന് വെച്ചിട്ടാണ് കേട്ടോ. പക്ഷെ നമ്മുടെ സാഹചര്യങ്ങളാണ് വർക്ക് തീരണമെങ്കിൽ. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ വോയിസ് ഇടാൻ വേണ്ടി നോക്കിയപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ. ലൈറ്റ് ബ്ലൂ ആണോ ഡാർക്ക് ബ്ലൂ ആണോ നമ്മൾ ആ ചെയ്യുമ്പോൾ ഉള്ള ഫോഴ്സ്? എനിക്ക് അത് അങ്ങോട്ട് മിക്സ് ചെയ്യുന്ന ഗ്രീൻ വരെ വെച്ച് ഞാൻ ചെയ്ത് നിർത്തി. ഔട്ട്ലൈൻ അല്ല ഔട്ടർ പാർട്ട് മഞ്ഞയും ഇട്ടു. പിന്നെ ഈ ഡ്രസ്സിലെ കളർ വരുന്നത് നമ്മൾ ഇതിനകത്തൊരു ബോബി മാം ഉണ്ട്. മാം കൃത്യമായിട്ട് നോട്ട്സ് ഒക്കെ എഴുതി അടിപൊളിയായിട്ട് എല്ലാ കളറും അതുപോലെ ഞാനത് ഗ്രൂപ്പിൽ നോട്ടൊന്നും എഴുതുന്നില്ലേ? പിന്നെ ഭയങ്കര ഓർമ്മ ശക്തിയാണെന്ന് തോന്നുന്നു. എനിക്ക് വന്ന മുടിയുടെ ഇതിന്റെ ഒന്നും കളർ ഒന്നും മനസ്സിലാവണില്ല. ഞാനതൊന്നും ചെയ്തിട്ടില്ല. മുടിയുടെ ഇല്ലേ? എന്നാലും ഏകദേശം ഭാഗങ്ങൾ ഞാൻ എന്നിട്ട് റെഫറൻസ് നോക്കിയപ്പോൾ എനിക്ക് ഇന്നലെ വോയിസ് ഇട്ടപ്പോഴേ ചില കാര്യങ്ങളൊക്കെ മറന്നുപോയി. അപ്പം ഞാൻ വിചാരിച്ച് ബോബി മാമിനെ വിളിച്ച് ചോദിക്കാന്ന് കേട്ടോ. പിന്നെ കൈയുടെ ഒന്ന് ശരിയാക്കിയിട്ട് ഇടാവേ. ഞാൻ ആ പ്രശ്നം ചെയ്യാം. നമുക്കിനി ഇതിലെ ഈ ബൗളിലെ കളേഴ്സുകളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 1-2 കളേഴ്സുകൾ അടുപ്പിച്ചെടുക്കേണ്ടി വരും. നമ്മൾ ഈ ബൗളുകളിൽ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ മാഡം ആ ക്യാൻഡിൽ സ്റ്റാൻഡിലെ മുകളിലത്തെ 3 ഇതിന് മാത്രമേ ആഷ് ഉള്ളൂ. ഇല്ല, താഴെ വരെ സ്റ്റാൻഡ് വരെ ഉണ്ട് കേട്ടോ. ഞാൻ ഇപ്പൊ അത് അങ്ങോട്ട് താഴോട്ട് കാണിച്ചു കഴിഞ്ഞാൽ അതിനുള്ള സൗകര്യക്കുറവുണ്ട്. സ്റ്റാൻഡ് ഫുൾ ചെയ്യുന്നുണ്ടല്ലോ. ചെയ്യും. ഞാനത് ഇട്ടേക്കാം കേട്ടോ. ഓക്കെ. കുറച്ച് ഒബ്ജക്ട്സ്
നമ്മൾ ഈ ഫ്രൂട്ട്സ് ബൗളിൽ നമ്മൾ കളർ കൊടുത്തിട്ടില്ലല്ലോ. ഫ്രൂട്ട്സ് ബൗളിൽ നമുക്ക് യെല്ലോ ഓക്കർ ഫുള്ളായിട്ട് കൊടുക്കാം കേട്ടോ. യെല്ലോ ഓക്കർ കളറാണ്. വെള്ളവും കൂടെ മാറ്റിയിട്ട് നമ്മൾ ഈ ഒരു കളർ ഉപയോഗിച്ചിട്ട് അടുത്ത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ കളറിൽ വെള്ളത്തിൻ്റെ ഇത് മാറ്റണം. രണ്ട് കളറാണ്. യെല്ലോയിൽ നമ്മൾ ഒരിക്കലും ബ്ലൂ കണ്ടൻറ്റ് ചേർന്ന വെള്ളം ഉപയോഗിക്കരുത്. നമ്മൾ ബ്ലൂ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ, അപ്പം തന്നെ നമുക്കത് എന്ത് മാറും, ഗ്രീനായി കഴിഞ്ഞാണ്. അതുകൊണ്ട് യെല്ലോ ഓക്കർ ആയാലും ലെമണല്ല ആയാലും നമ്മൾ നേരത്തെ വെള്ളം, ബ്രഷ് അതൊക്കെ ഫുള്ളായിട്ടങ്ങ് മാറ്റണം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അതിൽ നമ്മൾ ആ ഒരു കളറിൻ്റെ പ്രത്യേകത മാറും കേട്ടോ. ഇത് വളരെ ശ്രദ്ധിക്കണേ നിങ്ങൾ ചെയ്യുന്ന സമയത്ത്. വെറും യോക്കർ മാത്രമേ ഉള്ളൂ? വെറും യെല്ലോ ഓക്കർ മാത്രം. അതിൽ ഇപ്പർ സൈഡിലൊരു ഫിഗറുണ്ട്. ആ ഫിഗറിൻ്റെ അവിടെ ഒരു വലിയ ഡിസൈനായിട്ടുള്ളൊരു പാത്രം. ഇത് കാണാവോ? ഇപ്പോൾ കൈ വെച്ചിരിക്കണേ കാണാമല്ലോ. ഒരു എസ് പോലെയൊക്കെ ഒരു വല്ലാത്ത ഡിസൈൻ ചെയ്ത പാത്രം. നമ്മളിവിടെയൊക്കെ ഇങ്ങനെയുള്ള പാത്രങ്ങൾ ഇതൊക്കെ ഒന്ന് ഫില്ല് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശമേ ഉള്ളൂ കേട്ടോ. ഒരുപാട് വെള്ളം വേണ്ട, നമുക്ക് അത്യാവശ്യം കട്ടിയുണ്ടെങ്കിൽ ഒറ്റ കോട്ടിലങ്ങ് നിറയ്ക്കാൻ പറ്റും കേട്ടോ. നീരങ്ങോട്ട് ലൈറ്റായി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഉണങ്ങിയിട്ട് വീണ്ടും അതിനൊന്ന് കട്ടിയൊക്കെ വരുത്തേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. യെല്ലോ ഓക്കർ മാത്രമാണോ? ഇതെല്ലാം യെല്ലോ ഓക്കർ മാത്രം കേട്ടോ. ഇപ്പം ചെയ്യുന്നത് യെല്ലോ ഓക്കർ മാത്രമാണ് കേട്ടോ. ഈ ടേബിളിലുള്ള ഈ 1-2 പാത്രങ്ങളൊക്കെയാണ്. കയ്യിലൊരു വീഞ്ഞ് പാത്രമുണ്ട്, ഇവിടെ ഒരു വീഞ്ഞ് പാത്രമുണ്ട്. ഇത് ഈ ബൗളിലും കൊടുക്കാം. നമുക്ക് താഴോട്ട് സ്ഥലം ഉണ്ടെങ്കിൽ 2-3 കുട്ടകളിലോ ഫ്രൂട്ട്സൊക്കെ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു എക്സിബിഷനാണ്. അവൾ സെയിൽസ് ടാക്സിലാണ്, വലിയൊരു ഉദ്യോഗസ്ഥയാണ്. അപ്പോൾ അവളോടൊപ്പം കുറേ അവളുടെ വർക്കുകൾ കുറേ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുകയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് കുറേ തിരക്കായിപ്പോയി. ഒരു എക്സിബിഷന് വേണ്ടിയിട്ടുള്ള കാര്യം ഹെൽപ്പിങ്ങാണ്. അപ്പം അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി ഈ പിക്ചറൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ എൻ്റെ വർക്കുകളെല്ലാം ഒന്ന് പെൻഡിങ് ആയിപ്പോയത്. പിന്നെ നമുക്ക് ഇതിൻ്റെ അടിയിലെ ഇപ്പർ സൈഡ് ഞാൻ കുറച്ചുകൂടെ ഡ്രോയിങ് ക്ലിയർ ആക്കാനാണ്. ഇന്ന് തന്നെ ഒന്ന് ക്ലിയർ ആക്കി ഇട്ട് തരാവേ. ഇന്നല്ലെങ്കിൽ നാളെ ഇട്ട് തരാം കേട്ടോ. നാളെ പകലൊക്കെ ഞാൻ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ താഴോട്ട് ഈ കാല് കാണാമല്ലോ. ഈ കാല് നമുക്ക് യെല്ലോ ഓക്കറാണ് കേട്ടോ. ഈ കുടം ചെയ്തിട്ടില്ല, കുടം നമുക്ക് ചെയ്യാം. പ്ലെയിൻ കുടങ്ങളെല്ലാം ചെയ്യാം. ഈ താഴോട്ടുള്ള ഭാഗം ഞാൻ വലുതായിട്ട് ചെയ്തിട്ട് ഇടാവേ. റെഡ് കൊണ്ടോ ലൗഡൈൻ വരച്ച് ഞാൻ ഫോട്ടോസ് ഇടാം കേട്ടോ. നാളെ പകലങ്ങ് ചെയ്യും. നാളെ പകൽ ഇതൊന്ന് ചെയ്യാൻ തന്നെയാണ് വിചാരിക്കുന്നത്.
ഇതിൽ അപ്പർ സൈഡിൽ 2 കാല് വരുന്നുണ്ട് കേട്ടോ. ഈ കാലെല്ലാം യെല്ലോ ഓക്കറാണ് കേട്ടോ. ഇതിൻ്റെ കാല് നമ്മൾ ഈ കൊടുത്ത കളർ തന്നെയാണ് കേട്ടോ. ടേബിളിലുള്ള കുറച്ച് കാര്യങ്ങൾ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ. ക്രൈസ്റ്റ് കുറച്ച് കാര്യങ്ങൾ ഇവിടെയുള്ളൂ. ഈ ടേബിളിലുള്ള പാത്രത്തിനൊക്കെ അരിവശത്ത് ഇട്ടിട്ട് അത് സ്മച്ച് ചെയ്യല്ല ചെയ്യുന്ന? അല്ല, ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് വേണം. ഫില്ല് ചെയ്ത് നമുക്ക് ഷെയ്ഡിലോട്ട് ഡാർക്ക് കൊടുക്കാം കേട്ടോ. അതെല്ലാം നമ്മൾ ഫിഗറിനാണ് നമ്മൾ കൂടുതൽ സ്മഡ്ജിങ് നല്ലപോലെ ചെയ്തത് കേട്ടോ. ഫേസുകളിൽ ഷെയ്ഡ് നല്ലപോലെ ലയിച്ച് വരാൻ വേണ്ടി കേട്ടോ. മറ്റേത് നമ്മൾ ഡാർക്ക് ടോൺ കൊണ്ട് തന്നെ നല്ല ഡാർക്ക് ടോൺ നമുക്ക് ഫേസിൽ അത്രത്തോളം ഡാർക്ക് ടോൺ വെച്ച് കഴിഞ്ഞാൽ ഫിഗറിൽ ഇരുണ്ടും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഫിഗറുകളിൽ കൂടുതൽ നല്ല 2-3 ഷെയ്ഡിട്ട് സ്മഡ്ജ് ചെയ്ത് ഡാർക്കും ലൈറ്റും ഒക്കെ കൊടുത്തത്. നമുക്ക് പ്ലെയിൻ ഒബ്ജക്ട്സ് ചിലപ്പോൾ കോട്ട് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി വലുതാണ്. അപ്പോൾ അതിനകത്ത് നല്ലപോലെ ലൈറ്റ് ഷെയ്ഡ്സുകൾ കാണിക്കാനുള്ളത് കൊണ്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതേസമയം ചെറിയ ഒബ്ജക്ട്സുകളിൽ ഫില്ലിങ് കൊടുത്തിട്ട് അടുത്ത ഏത് ടോണാണ് അതിൻ്റെ പുറത്ത് എന്തായാലും ഒരു കളർ ഫില്ല് ചെയ്താൽ അടുത്ത അതിൻ്റെ പുറത്ത് എന്ത് വരും, അതിനേക്കാളും ഡാർക്കായിട്ടുള്ള ടോണായിരിക്കും എപ്പോഴും ഔട്ട്ലൈനിങ് ഷെയ്ഡും കൊടുക്കുന്നത്. ആ കളർ കൊണ്ട് കുറച്ച് ഡാർക്ക് ഷെയ്ഡ്സ് ആയിട്ട് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം. അല്ല നമ്മൾ ഈ ചെറിയ ഒബ്ജക്ട്സുകളിൽ ലൈറ്റ് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് ഇൻകംപ്ലീറ്റ് പോലെ ഒരു ഫീൽ ഉണ്ടാക്കും. അയ്യോ അതവിടെ നിറഞ്ഞില്ലേ, അത് ലയിപ്പിച്ചതാണെന്ന് കാണുന്നവർക്ക് തോന്നണമെന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളുണ്ട്. ഫിഗർ എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് പ്രൊജക്റ്റ് ചെയ്യണം. ഒത്തിരി ഡാർക്ക് നമുക്ക് ഹൈ ഡാർക്ക് കൊടുക്കാൻ പറ്റില്ല. ആ കളറിന് സ്മഡ്ജ് ചെയ്ത് നിർത്താനേ പറ്റുള്ളൂ ഫേസൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 2 ടോൺ യെല്ലോ അതിനകത്ത് കൊടുത്തത് കേട്ടോ. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു കരയിൽ ഒരു ഷീറ്റിൻ്റെ കര ഫുള്ള് ഞാനൊരു കാസ ഡിസൈൻ പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരേ ഡ്രോപ്പ് അളവിൽ കേട്ടോ, ഒരേ ഡ്രോപ്പ് അളവിൽ ക്രോം യെല്ലോയും അല്ലെങ്കിൽ ഗോൾഡൻ യെല്ലോയും യെല്ലോ ഓക്കറും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. യെല്ലോ ഓക്കറും ഗോൾഡൻ യെല്ലോയും 2 1:1 എന്ന അളവിൽ തന്നെ. നമ്മൾ നേരത്തെ ഡാർക്ക് ടോൺ നമ്മൾ ഫിഗറിനൊക്കെ കൊടുത്ത് ഡാർക്ക് ടോൺ കേട്ടോ. യെല്ലോ ഓക്കറും ക്രോം യെല്ലോയും. ഷിജിന താമസിച്ചു അല്ലേ? എനിക്ക് എന്താ നെറ്റ് ഇഷ്യൂ കാരണം ജോയിൻ ആവാൻ പറ്റുന്നില്ലേ. കുറെ നേരം ട്രൈ ചെയ്തു. ഓക്കെ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ഇട്ടേക്കാം ക്ലാസ് കഴിഞ്ഞ ഉടനെ. ഓക്കെ മാഡം. ഇപ്പം നമ്മൾ കുറച്ച് പാത്രങ്ങളിലൊക്കെ യെല്ലോ ഓക്കർ മാത്രമായിട്ടുള്ള കളർ ചെയ്യുമായിരുന്നു കേട്ടോ. ഇതിനു മുമ്പ് ഒരു ഗ്രേ കളറിൻ്റെ ഷെയ്ഡ് പഠിച്ചു, അത് ഞാൻ റെക്കോർഡിൽ കാണാം, അല്ലെങ്കിൽ ലാസ്റ്റ് നോട്ട് പറയുമ്പോൾ പറയാം കേട്ടോ. ഇപ്പം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഡാർക്ക് യെല്ലോ എന്ന് പറയുമ്പോൾ 1:1 എന്ന അളവിൽ അല്ലേ. ക്രോം യെല്ലോ പ്ലസ് യെല്ലോ ഓക്കറല്ലേ നമ്മൾ ഡാർക്ക് യെല്ലോയ്ക്ക് ചെയ്തത്. സെയിം കളർ തന്നെ കേട്ടോ. സെയിം കളർ നമുക്കിവിടെ ഇതിലൊരു കാസ ഡിസൈൻ പോലെ താഴോട്ട് പോകുന്നുണ്ട്. യെല്ലോ ക്രോം യെല്ലോ കുറച്ചൊന്ന് കുറഞ്ഞു. നല്ല ഡാർക്കായിട്ട് തന്നെയാണ്, അധികം അങ്ങ് ഭയങ്കര വെള്ളം പോലെ ആക്കുന്നില്ല കേട്ടോ. കളറുകൾ ഞാൻ ആരുടെയോ ഒരു പിക്ചർ ഇട്ടപ്പം ഒരുപാട് ഇങ്ങനെ ലൈറ്റായതുപോലെ എനിക്ക് തോന്നി കേട്ടോ. അത് ഫോട്ടോ എടുത്തതിൻ്റെ ആണെന്ന് അറിയത്തില്ല, നോക്കിയിട്ട് പറയാം. അപ്പം യെല്ലോയൊക്കെ ചെയ്തിരിക്കുന്നത് ഒരു ഭയങ്കര നമ്മൾ വാട്ടർ കളർ ചെയ്യുന്ന പോലെ ലൈറ്റ് ആയതുപോലെ എനിക്ക് തോന്നി. അപ്പോൾ അത് ചിലപ്പം ഫോട്ടോ എടുത്തതിൻ്റെ ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കോട്ട് കൊണ്ട് നമുക്കത് കവർ ചെയ്ത് വന്നില്ല എന്നുണ്ടെങ്കിൽ ഉണങ്ങിയതിന് ശേഷം വീണ്ടും ഒരു കോട്ട് കൂടെ ചെയ്യണം കേട്ടോ. നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് ചെയ്യുമ്പോൾ നമുക്കത് ഓക്കെ ആയിട്ട് തോന്നും, പക്ഷെ ഉണങ്ങി കഴിയുമ്പോൾ വീണ്ടും ഒന്ന് ലൈറ്റ് ആവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ ഒട്ടും കളർ ഇല്ലാത്തൊരു ഫീലായിരിക്കും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ രണ്ടാമത് ഒരിക്കൽ കൂടെ കളർ സെയിം കളർ തന്നെ ഒന്ന് വാഷ് ചെയ്തോളണേ. പറഞ്ഞാൽ മനസ്സിലായോ? അല്ലെങ്കിൽ കുറച്ച് ഡാർക്കായിട്ട് തന്നെ ആദ്യമേ കളറുകൾ അപ്ലൈ ചെയ്യേണ്ടിയിരിക്കുന്നു.
ഈ ഒരു കാസ ഡിസൈൻ ഫുള്ളായിട്ട് എല്ലാവരും ചെയ്യണം കേട്ടോ. ഇതിൽ നമ്മൾ ഒരു ഒറിജിനൽ ഗോൾഡ് എങ്ങനെയാണോ ഷെയ്ഡ് കൊടുക്കുന്നത് അതേ മെത്തേഡിൽ ഇതിൽ കളർ കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഇതിനകത്ത് ഫുള്ളി ബേൺസിനെയും നമ്മുടെ അതായത് മ്യൂറൽ റെഡ് കൊണ്ടാണ് നമ്മൾ ടേബിൾ ഷീറ്റ് ഒരു വെള്ള കളറാണ് കൂടുതലും നമ്മൾ ആ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ വരത്തക്ക വിധത്തിൽ ഒരു മ്യൂറൽ റെഡ് കൊണ്ടാണ് സ്കാർലറ്റ് റെഡ് ബേൺസിന് ഒരേ അളവിലെടുത്തിട്ട് കേട്ടോ. മ്യൂറൽ റെഡിൻ്റെ കോമ്പിനേഷൻ കൊണ്ടാണ് നമ്മൾ ടേബിൾ ഷീറ്റ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. മ്യൂറൽ റെഡ് സ്കാർലറ്റ് റെഡും ബേൺസീന് ഇത് രണ്ടും ഒരേ അളവിലെടുക്കണം. നമ്മൾ മ്യൂറൽ റെഡിനാണെങ്കിൽ 2 ഡ്രോപ്പ് സ്കാർലറ്റും 1 ഡ്രോപ്പ് ബേൺസീന് അങ്ങനെ ആയാലും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് കുറച്ച് റെഡിഷ് കൂടുതൽ വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഇപ്പം ഞാൻ വിചാരിച്ച് രണ്ടും ഒരേ അളവിലെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഈ മ്യൂറൽ റെഡിന് പകരം ഇന്ത്യൻ റെഡ് എന്ന് പറഞ്ഞിട്ട് വരുന്ന കളർ മാത്രം എടുത്താൽ മതിയോ? മ്യൂറൽ റെഡിന് പകരം ഇന്ത്യൻ റെഡ് യൂസ് ചെയ്യാം. പക്ഷെ സ്കാർലറ്റ് റെഡിന് പകരം ഇന്ത്യൻ റെഡ് ഉപയോഗിച്ചാൽ ശരിയാവത്തില്ല. മാം ഏതൊരു ഡൗട്ട് ചോദിച്ചാൽ മ്യൂറൽ റെഡ് ഫുള്ളായിട്ട് അതായത് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നതിന് പകരം ഇന്ത്യൻ റെഡ് ചേർത്താൽ മാത്രം പോരെ? ഇന്ത്യൻ റെഡ് എന്ന് പറയുന്ന കളറില് കുറച്ച് എന്താണ് ഹ്യൂ എന്ന് പറയുന്നത് മറ്റെന്തുവാണ് അതിൻ്റെ ഒരു ചെടി പോലത്തെ ഒരു സംഭവമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ റെഡ് എന്ന് പറയുന്നത് കളർ ഉണ്ടാക്കുന്ന പ്രോസസ്സ് ശരിക്കും പൊടിയിൽ നിന്നാണ്. കെമിക്കൽ കളറാണെങ്കിലും കല്ലിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ കളർ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ചില പിക്ചേഴ്സിൽ നമ്മൾ പണ്ടൊക്കെ മ്യൂറൽ റെഡിന് പകരം അത് തന്നെയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിനകത്തൊരു ഭയങ്കര പൊടിയുടെ കളർ അപ്പോൾ ഭയങ്കര പൊടിയുടെ എഫക്റ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. കളർ ഓക്കെയാണ് പക്ഷേ വിരിക്ക് താഴെ യെല്ലോ കളർ മാത്രമാണോ? ബോർഡറിൽ മാത്രം പിന്നെ ഒരു ഷെയ്ഡ് കൊടുക്കാം കേട്ടോ. അതിൻ്റെ ബോർഡർ കൊടുത്തിട്ടില്ലേ ആ ബോർഡർ പിന്നെ വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഇപ്പുറത്തൂടെ ഒരെണ്ണം കൊടുക്കാം കേട്ടോ. അതും ഭംഗിയാണ്. ഞാനത് വിചാരിച്ചാണ് രണ്ട് കുറച്ച് ഒരേ ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ഒരെണ്ണം കൂടെ കൊടുത്തേക്ക് കേട്ടോ. അതും ഭംഗിയാണ്. ഒരു ഗ്ലാസ് ഒരേ ഗ്യാപ്പിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുമല്ലോ. വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ബ്രഷ് കൊണ്ട് വരച്ചിട്ട് ചെറിയ ബ്രഷ് കൊണ്ട് വരച്ചിട്ട് ഇത് വരച്ചാലും ഒരു ഡിസൈൻ കൊണ്ട് എൻ്റെ താഴോട്ട് വരുന്നത് കേട്ടോ. അങ്ങനെ ഇവിടെ ഒന്ന് ചെയ്തേക്കേ. അത് സെയിം കളർ ലൈറ്റ് ഷെയ്ഡ് ആണോ? അത് അല്ലല്ല ഡാർക്ക് തന്നെ സെയിം നമ്മൾ നേരത്തെ ചെയ്ത യെല്ലോ ഓക്കറും ക്രോമെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഡാർക്ക് ടോണാണ്. ഇപ്പം നമ്മുടെ തുടക്കത്തിലിട്ട കളർ നല്ല ഡാർക്കാണ്. അതേസമയം ഇങ്ങോട്ട് വന്നപ്പോൾ ലൈറ്റ് ആയേ. അപ്പോൾ അവിടെ എനിക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഒരു കോട്ട് കൂടെ അങ്ങ് ഫില്ല് ചെയ്യേണ്ടി വരും കിട്ടെങ്കിലേ നമ്മൾ ഒരു ഫ്ലാറ്റ് ഫിനിഷ് വരത്തുള്ളൂ. നമുക്ക് ചുവർ ചിത്രങ്ങളിൽ എന്തുവാണ് വാട്ടർ കളറിങ് ചെയ്യുമ്പോൾ ആകാശത്ത് ചിലയിടത്ത് ഭയങ്കര ലൈറ്റ് ആയിരിക്കും, ചിലടത്ത് ഭയങ്കര ഡാർക്കായിരിക്കും. അങ്ങനെ ഒരു നാച്ചുറാലിറ്റി ഫീൽ ചെയ്യും. പക്ഷേ ചുവർ ചിത്രങ്ങളിൽ എപ്പോഴും ഒരു ഫ്ലാറ്റ് ഫിനിഷാണ് വേണ്ടത്. എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിൽ പല ടോൺ ഓഫ് കളറിങ് ഇല്ല. വാട്ടർ കളറിൻ്റെ ഒരു ലയന മെത്തേഡ് ഇല്ല. ഷെയ്ഡിങ്ങേ ഉള്ളൂ. പക്ഷേ സ്മഡ്ജിങ് ഷെയ്ഡിങ്ങും ഒക്കെ ഉള്ളൂ. അതേസമയം കളർ വേരിയേഷൻസ് ഇല്ല. ടിൻ്റ് എല്ലാം ഒരിടത്തും ഒരേപോലെയാണ് വരേണ്ടത്. അപ്പം നമ്മളെപ്പോഴും ബാക്ക്ഗ്രൗണ്ട് ചെയ്താലും തറ ചെയ്താലും കളേഴ്സുകൾ ചിലയിടത്ത് ഡാർക്ക് ചിലയിടത്ത് ലൈറ്റ് എന്നുള്ള രീതിയിൽ വാഷ് ചെയ്യരുതെന്നാണ് പറഞ്ഞത്. ഫില്ല് ചെയ്യുമ്പോൾ ഒരു ആവശ്യത്തിന് ഒരു പാത്രത്തിൽ കറക്റ്റായിട്ട് കളർ കലക്കി ഒരേ ടോണിൽ എല്ലായിടവും കളർ അപ്ലൈ ചെയ്യണം കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമുക്കൊരു എന്താണ് ഫിനിഷിങ് അല്ലാത്തൊരു ചിത്രം പോലെ ഫീൽ ചെയ്യും. ഇപ്പം നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ബേൺസിനെയും സ്കാർലറ്റും ഒരേ അളവിലെടുക്കുകയാണ്. സ്കാർലറ്റ് ഇല്ലെങ്കിൽ നമുക്ക് വെർമില്യൻ ആയാലും മതി കേട്ടോ. ബൺസിനെ കുറഞ്ഞ് സ്കാർലറ്റ് കൂടിപ്പോയി. ഇന്ത്യൻ റെഡ് ആയാലും മതി കേട്ടോ. ഏത് കളറിങ്ങനെ
നമ്മൾ നമുക്ക് കുറച്ച് ബാലൻസ്ഡ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വലിയ ബ്രഷൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. 1-ൻ്റെയോ 3-യുടെയൊക്കെ ബ്രഷുകൾ നമുക്ക് ഔട്ട്ലൈനൊക്കെ വരയ്ക്കാൻ കൊടുക്കാം. അപ്പോൾ ഇത് ശ്രദ്ധിച്ചോളൂ. നമ്മൾ ചെയ്യുന്ന ഇപ്പോൾ ഇവിടെ ഉണങ്ങാത്തതുകൊണ്ട് അങ്ങോട്ട് ഞാൻ ചെയ്യുന്നില്ല, ബാക്കി ഭാഗത്ത് നമ്മളിത് വരയ്ക്കുകയാണ് കേട്ടോ. അവിടെ ഉണങ്ങിയിട്ടില്ല, അതുകൊണ്ട് കുറച്ച് നീക്കിയാണ് വരച്ചത്, ചേർത്ത് വരച്ചത്. ഇത്രയും ചെയ്തു ഉടനെ ബ്രഷ് വെച്ച് നമ്മൾ വെയിറ്റ് ചെയ്യരുത്, ബ്രഷ് വെച്ച് നല്ലപോലെ സ്മജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് ഫസ്റ്റ് വെള്ളം കൊണ്ട് സ്മജിങ് ആണ്. പിന്നെ രണ്ടാമത് നമ്മൾ ചെയ്യുമ്പോൾ വീണ്ടും ബ്രഷ് വെള്ളത്തിലെടുത്ത് നല്ലപോലെ ഒന്ന് തുണിയിലോ എന്തെങ്കിലും ബ്രഷ് തുടച്ചതിന് ശേഷം വീണ്ടും അടുത്ത ഭാഗം കൂടെ ഒന്ന് സ്മജ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം നല്ലൊരു സ്മജിങ് ആണ് അവിടെ വരുന്നത്. മനസ്സിലായോ? നമ്മൾ ഡ്രസ്സിലുമൊക്കെ ചെയ്തു. അതിന് നമ്മൾ എവിടെയാണ് നമ്മളത് ലയിപ്പിച്ചത് അല്ലെങ്കിൽ ഒരു ബോർഡർ ഔട്ടറായിട്ട് നിൽക്കരുത്. അതാണ് നമ്മുടെ പ്രത്യേകത. നമ്മളിപ്പോൾ ഈ ഒരു പടത്തിൽ നന്നായിട്ട് പഠിക്കുന്നത് നമ്മൾ മ്യൂറലിൻ്റെ ശൈലി പഠിക്കുന്നുണ്ടെന്നൊക്കെ തോന്നും, അതേപോലെ കളറും ഫുള്ളൊന്നുമല്ല. പക്ഷേ നമ്മൾ മ്യൂറലിൽ ഉപയോഗിക്കുന്ന ഷെയ്ഡിങ് മെത്തേഡ് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റുന്നത്. കാരണം നമുക്കിതിനകത്ത് ചെറിയ ചെറിയ കുഞ്ഞു 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 ഡിസൈൻസുകൾ കുറവാണല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പിക്ചർ നിങ്ങൾക്ക് പഠിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് നല്ല സ്മഡ്ജിങ് ആൻഡ് ഷെയ്ഡിങ് മെത്തേഡ് പഠിക്കാൻ പറ്റും കേട്ടോ. നമുക്ക് ഓരോ പാർട്ടുകളും കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും. ചെയ്യുമ്പോഴും നമുക്ക് കുറച്ചുകൂടി പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇത് മനസ്സിലാവുന്നുണ്ടല്ലോ? നമ്മൾ വിചാരിക്കും ഈ സൈഡ് നേരത്തെ ചെയ്തതിന് വീണ്ടും ചെയ്യണത്. ആ സൈഡും എല്ലാം നമ്മൾ കൃത്യമായിട്ടൊരു ഔട്ട്ലൈൻ വരയ്ക്കുന്നു. ഓരോ ഭാഗങ്ങളും ബ്രഷ് വെള്ളത്തിൽ മുക്കി നല്ലപോലെ ഡ്രൈ ആക്കുന്നു. ഡ്രൈ ആക്കിയിട്ട് അകത്തോട്ട് ഡ്രൈ ആക്കിയ ബ്രഷാണ്. വെള്ളത്തിൽ നനച്ചിട്ട് ഡ്രൈ ആക്കുമ്പോൾ കിട്ടുന്നൊരു എഫക്റ്റാണ് കേട്ടോ. ഇത്രയും കിട്ടിയപ്പോൾ നമ്മുടെ ഒരു വൈറ്റ് നിൽക്കുന്നുണ്ട്. വീണ്ടും ബ്രഷ് ഞാനിപ്പോൾ 3 ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് 1-ഓ 3-യോ യൂസ് ചെയ്യാം കേട്ടോ. ബാലൻസ്ഡ് ബോർഡ് ഇതിൽ കുറച്ച് ബേൺസിനെ കുറഞ്ഞു പോയി, റെഡ് കൂടിപ്പോയി, അങ്ങനെയൊന്നും ഒരു പ്രശ്നമല്ല. നമ്മൾ ഉപയോഗിക്കുന്ന കളർ അവസാനം വരെ അതേ രീതിയിൽ തന്നെ ഉപയോഗിക്കണം കേട്ടോ. അത്രയേ ഉള്ളൂ. നമ്മൾ ഒരു ലാസ്റ്റ് സപ്പറിങ്ങിൻ്റെയൊക്കെ ഒരു ഇതായതുകൊണ്ട് ഒത്തിരി കളേഴ്സുകൾ വാരി കൊടുക്കണ്ടെന്ന് വെച്ചിട്ടാണ്. ഭയങ്കര ഡെക്കറേഷൻസ് ടേബിൾ ക്ലോത്തിന് അതൊക്കെ നമ്മുടെ ഫിഗറിനെ ഒന്ന് ഡള്ളാക്കും കേട്ടോ. നമ്മൾ എത്രത്തോളം ആഭരണങ്ങളും എത്രത്തോളം ഡെക്കറേഷൻസ് ഇവിടെ കൊടുക്കുന്നു അത്രത്തോളം നമുക്ക് ഫിഗറിൻ്റെ ഇമ്പോർട്ടൻസ് കുറഞ്ഞു വരും. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടേക്ക് ഒന്ന് പ്ലെയിൻ ആക്കി ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഈ ഒരു മെത്തേഡ് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. നോറയ്ക്കൊക്കെ മനസ്സിലായോ? ഇഷാന, പോയോ എല്ലാവരും? ഈ ടേബിൾ ഷീറ്റിൽ ഫുൾ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്തോളണം കേട്ടോ. ഇനി മുകളിലോട്ടുള്ള ഭാഗമാണ്. നമുക്ക് ഇത് പ്ലെയിൻ ആയിട്ടാണ് നമ്മൾ ചെയ്യണത്. പിന്നെ വേണമെങ്കിലാണ് നമ്മൾ ഇതിൽ ചുളിവുകളൊക്കെ കൊടുക്കുന്നത് കേട്ടോ. നമ്മളിപ്പം ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ അത് നല്ലപോലെ വെള്ളം ചേർത്ത് കറക്റ്റ് സ്മഡ്ജിങ്ങിൽ കേട്ടോ കറക്റ്റ് അതിനൊന്ന് ലയിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം നമുക്ക് പിന്നെ ഉണങ്ങിയതിന് ശേഷം ഇതിലെവിടെയെങ്കിലും ഫോൾഡിങ്സോ ചുരുക്കോ എന്തെങ്കിലുമൊക്കെ കൊടുക്കണമെങ്കിൽ എക്സ്ട്രാ നമുക്ക് ഇതിനകത്ത് കൊടുത്തെടുക്കാം. കാരണം നമ്മൾ ഒത്തിരി ഡാർക്ക് ആക്കുന്നില്ല, കുറച്ച് ലൈറ്റായിട്ടാണ് ഈ ഒരു ഭാഗം ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു കളറിങ്ങിൽ എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടോ? ഓക്കെ ആണല്ലോ? ഓക്കെ അമ്മ.
ഇനി നമുക്ക് താഴെയും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കളറുകൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഇതിൽ ഞാനിവിടെ ഒരു ആപ്പിൾ കേട്ടോ, 1-2 ആപ്പിളുണ്ട്. അതിലൊരു ആപ്പിളിനും കുറച്ച് വെള്ളം ചേർത്ത കളറാണ് കേട്ടോ, ഒന്ന് ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. അതും നമ്മളിതുപോലെ ഒന്ന് കളർ വെച്ചൊന്ന് വെള്ളം വെച്ചൊന്ന് സ്മജ് ചെയ്ത് ലൈറ്റ് ചെയ്തിടുക കേട്ടോ. നടുക്കൊരു ചെറിയ ലൈറ്റ് കൂടുതൽ കൊടുക്കുക. താഴെ ഇപ്പർ സൈഡിൽ 1-2 ആപ്പിളൂടെ വരും കേട്ടോ. അതോടേക്ക് ഒരു കളറിലിങ്ങനെ നമുക്ക് ചേർക്കും കേട്ടോ. പിന്നെ നമ്മളിതാ ഒരു വീഞ്ഞിൻ്റെ കളറാണ്. ഇട്ട് ഇതേ ഒരു മെത്തേഡിൽ ഷെയ്ഡ്സ് ചെയ്തിട്ടേക്ക്. താഴത്തെ തറയായിട്ട് മാച്ച് ചെയ്ത് പോകരുത്, എന്ന് കഴിഞ്ഞാൽ ലയിച്ച് പോകരുത്. ഈ താഴത്തെ തറയുടെ ഭാഗമാണെന്ന് വെച്ച് നമ്മളതിനെ മൈൻഡ് ചെയ്യാതെ ചെയ്യരുത്. നമുക്കിതിൻ്റെ ഇടയ്ക്ക് ഇതൊന്ന് ഉണങ്ങിയിട്ട് ഡാർക്ക് ടോൺ കളർ വയ്ക്കാം കേട്ടോ. നമ്മൾ ഈ മാറ്റിനോ സെയിം കളർ ആയതുകൊണ്ട് ഈ ഒരു കളർ ഇതെല്ലാം ഒരു ബേസ് കളർ കൊടുക്കുന്നതാണ്. പിന്നീട് നമുക്കിതിനെ എന്താണോ യോജിച്ചതെന്നനുസരിച്ചിട്ട് നമുക്ക് ഷെയ്ഡ്സുകൾ മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മളിന്ന് പഠിച്ച മ്യൂറൽ റെഡിൻ്റെ ഷെയ്ഡ്സ് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? മാഡം, ആ ജീസസിന്റെ കൈയുടെ അവിടെ കൊടുത്ത ആ ചെറിയ ലൈറ്റ് ഷെയ്ഡാണോ ആ ടേബിളിൽ ഫുള്ള് കൊടുക്കണ്ടേ? ആ ടേബിൾ ഫുള്ള് നമ്മൾ ഒരുപാട് കളർ കൊടുക്കും. ഞാൻ വെച്ചാൽ വലിയ ബ്രഷ് എടുത്തിട്ട് കുറച്ച് ഡാർക്കായിട്ടല്ല, കുറച്ച് ഇപ്പോൾ റെഡ് ഡാർക്കായാലും ഇത് കണ്ടോ, ഞാൻ കുറച്ച് ഡാർക്കായിട്ടാണ് ഇവിടെ കളർ അപ്ലൈ ചെയ്തത്. പക്ഷേ ബ്രഷ് വെച്ച് ആ കളർ ഒന്ന് സ്മജ് ചെയ്ത് കൊടുക്കുന്നത്. അടുത്ത് ബ്രഷ് വെച്ച് വെള്ളമാണ് ഇപ്പോൾ കൊടുത്തത്. അപ്പോൾ ആ കളറിനെയാണ് നമ്മളൊന്ന് സ്മജ് ചെയ്യുന്നത് കണ്ടോ. ബ്രഷ് എവിടെയാണ് ആദ്യം ചെയ്തെടുത്താണ് ബ്രഷ് കളർ കൊടുക്കുന്നത്. ഇപ്പം ഇതിൽ ബ്രഷ് കൊണ്ട് ഇതിൽ നമ്മൾ എവിടെയെങ്കിലും ഈ പേപ്പർ ഞാൻ വെള്ളത്തിൽ മുക്കിയിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ പേപ്പറിൻ്റെ കളർ കണ്ടോ, റെഡാണ് കണ്ടോ. അപ്പോൾ അടുത്ത് നമുക്ക് ചെയ്യണത് വെറും വെള്ളത്തിൻ്റെ കളറാണ്. അതാവണമെങ്കിൽ അതാണ് അടുത്ത് നമ്മൾ കൊടുക്കുന്ന ഷെയ്ഡ് കണ്ടോ. എല്ലായിടവും കൊടുക്കുന്ന ഒരു ടോൺ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് കേട്ടോ. 4 സൈഡിൽ നിന്നും ചെയ്തു പോകും. അങ്ങനെ ലൈറ്റായിട്ട് തന്നെ നിങ്ങൾ ചെയ്തത്, ഒരുപാട് ഡാർക്ക് ആക്കരുത്, നല്ല ലൈറ്റായിട്ട് ചെയ്ത് നമുക്ക് ഡാർക്ക് പിന്നീട് എത്ര വേണമെങ്കിലും കൊടുക്കാൻ പറ്റും ഈ ഒരു മെത്തേഡിൽ. ലൈറ്റ് നഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് പിന്നെ ലൈറ്റ് ശരിയാക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ വൈറ്റ് ഉപയോഗിച്ചിട്ടായിരിക്കും ലൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെയിൻറ്റിങ് ചെയ്യുമ്പം ലൈറ്റ് കളേഴ്സുകൾ നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കുക. ഈ ഒരു ഷെയ്ഡിങ് മെത്തേഡ് എല്ലാവർക്കും മനസ്സിലായോ? ഒന്ന് മാം, ഒരു ടേബിളിന്റെ ആ ഷീറ്റ് താഴേക്ക് കിടക്കുന്ന ഭാഗത്തെ കളർ ഇച്ചിരി ഡാർക്കർ ആണോ ഈ ടേബിൾ മേലെ ചെയ്തതിനേക്കാളും കുറച്ചുകൂടെ ഡാർക്കായിട്ട് വരും. കാരണം നമ്മൾ ഒരേ ടോൺ കളറാണ് മാം യൂസ് ചെയ്യണേ. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് സ്മജ് ചെയ്യാനുള്ള ഏരിയ കുറച്ചുകൂടെ വലുതാണ്, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ വെള്ളം ചേർത്ത് അതിനെ സ്മജ് ചെയ്ത് കൊണ്ടുവരും തോറും അതെന്ത് ചെയ്യും, കമ്പാരിറ്റീവ് ലൈറ്റിനായിട്ട് വരും കേട്ടോ. ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ ഒരു കൊച്ചു പോർഷനാണ് ഡാർക്ക് ചെയ്യുന്നത്. അപ്പം അവിടെ വെള്ളം ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ അതൊന്ന് കവറായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്തേക്കാൾ ഈ ഭാഗം കൂടുതൽ ഡാർക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ നമ്മൾ കളറിൽ വെള്ളത്തിന് വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ഓക്കെ, ചെയ്യുന്നൊരു മെത്തേഡ് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാനും പറ്റും കേട്ടോ. ഇനി കഴിഞ്ഞ ക്ലാസ്സിലേക്കൊന്നും നമുക്ക് ഡൗട്ടുള്ളതൊക്കെ ആണെങ്കിൽ നമുക്കതൊന്ന് ക്ലിയർ ചെയ്യാം. നോട്ട്സ് കൂടെ ഒന്ന് എഴുതി ഒന്ന് പോവാം കേട്ടോ. ഞാൻ റെക്കോർഡ് ചെയ്തിരിക്കുന്ന കഴിഞ്ഞ ക്ലാസ്സിൽ, പിന്നെ ഞാൻ വോയിസ് ഇടേണ്ട ആവശ്യമില്ലല്ലോ. ഈ റെക്കോർഡ് നിങ്ങളൊന്ന് കണ്ടാൽ മതിയല്ലോ. നമുക്കൊന്ന് പറഞ്ഞു. നമ്മുടെ മോളിലെ ആർച്ചില് ആ ലവ് ഷേപ്പ് കൊടുത്തേക്കുന്നതിൽ ഒരെണ്ണം പച്ചയും മറ്റേതൊരു നീലയും കാണുന്നേ. അത് പതല്ലോ, ഒരു പതല്ലോ മാത്രമേ ഉള്ളൂ. പതല്ലോ മാത്രമേ. ഒരു മിനിറ്റ്, ഞാനൊന്ന് ഒരേ ഒരു സെക്കൻഡ് ഞാനൊന്ന് ക്യാമറ അഡ്ജസ്റ്റ് ചെയ്തോട്ടെ മുകളിലോട്ടുള്ളത്.
വീഡിയോ ഓഫ് ചെയ്തോട്ടെ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത് തൊട്ട് നമുക്ക് നോട്ട്സ് എന്ന് പറയാം കേട്ടോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫസ്റ്റ് ടൈം ചെയ്തത് ഈ ഒരു ഭാഗമാണ് കേട്ടോ. ഈ ഒരു ഭാഗത്ത് നമ്മൾ ചെയ്തത് അത് ഞാൻ പേപ്പറിൽ കൂടെ വരച്ച് കാണിക്കാമെന്ന് വെച്ചിട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ കൃത്യമായിട്ട് എടുക്കാൻ പറ്റില്ല, റെക്കോർഡും ഇല്ലാത്തത് കൊണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ കയ്യിൽ കിട്ടുന്ന കളർ വെച്ചായിരിക്കും വരയ്ക്കുന്നത്, പക്ഷെ നിങ്ങൾ ആ കളർ പറഞ്ഞു തരും കേട്ടോ. ഒരു മിനിറ്റ്, ഞാൻ പൂ വരച്ചത് ഇടാമെന്ന് പറഞ്ഞു, പിന്നെ എനിക്ക് ഇടാൻ പറ്റിയില്ല. മാം ജീസസിന്റെ കൈ ഒന്ന് വരച്ചിടണേ. അതിന്ന് ക്ലിയർ ആക്കും മാം, ഇന്ന് ക്ലിയർ ആക്കും കേട്ടോ. ഞാൻ ഇന്നലെയൊക്കെ ഇങ്ങനെ യാത്രകളിലും ഇച്ചിരി തിരക്ക് പിടിച്ചൊരു ഓട്ടോ. നമുക്കിവിടെ ഈ എന്താണ് ഈ ആറ്റുകാൽ പൊങ്കാല ആയതുകൊണ്ട് തൊട്ടടുത്ത് ശിവക്ഷേത്രമാണ്. അപ്പോൾ ശിവക്ഷേത്രമായിട്ട് ഭയങ്കര നമ്മുടെ വീട് റോഡ് സൈഡിലാണ്. മൈക്ക് സിസ്റ്റം എല്ലാം കൊണ്ട് വയ്ക്കുന്നത് എല്ലാം ഇവിടെയാണ്. ഇവിടെ ഭയങ്കര പൊങ്കാലയുടെ ലൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്കിവിടെ സൗണ്ടും ഒക്കെ കാരണം ഞാൻ ചേച്ചിയുടെ വീട്ടിലൊക്കെ ആയിരുന്നു ഞങ്ങൾ. പിന്നെ ഒരു അവധിയും കൂടെ ആയതുകൊണ്ടേ അങ്ങനെ കുറച്ച് തിരക്കായിപ്പോയി. അതാണ് ഇതിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ലൈറ്റ് ഗ്രീനിൻ്റെ കുറച്ചുകൂടെ ലൈറ്റ് ആക്കിയാണ്. ലൈറ്റ് ഗ്രീൻ നമുക്ക് ഓൾറെഡി ലൈറ്റാണ്. അതിൽ നമ്മൾ വീണ്ടും എന്താണ് ക്രോം എല്ലോ ചെയ്യണം. ലൈറ്റ് ഗ്രീൻ പ്ലസ് ക്രോം എല്ലോയാണ് യൂസ് ചെയ്തിരുന്ന കളർ. അതിൽ നല്ലപോലെ വെള്ളം ചേർത്തിട്ട് നമ്മൾ ആദ്യം വേണ്ട ഇങ്ങനെ ഒരു സർക്കിൾ ഇടുന്നത് കണ്ടോ, സർക്കിൾ കാണാമല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഇങ്ങനെ പൂ പോലെ കുറച്ച് വീതിക്കാണ് വരയ്ക്കുന്നത് കണ്ടോ. നമ്മളിങ്ങനെ ഒരു ഗോപി പൊട്ടൊക്കെ ഇടില്ലേ, അതുപോലുള്ളത് നമ്മളിതൊരു ഒന്നിൻ്റെ ബ്രഷൊക്കെ വെച്ചാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് തിന്നായിട്ട് വരച്ചത്. നമ്മൾ ഇത് കുറച്ച് വെള്ളം ചേർത്ത് കുറച്ച് വീതിക്കാണ് വരയ്ക്കണമെങ്കിൽ നമുക്ക് ഏകദേശം ലൈറ്റ് ഗ്രീൻ കൊണ്ട് നമ്മൾ ചെയ്യുമ്പം തന്നെ ഇങ്ങനെ അങ്ങ് കവർ ചെയ്ത് വരും. നടുക്ക് മാത്രമേ ഒരു ചെറിയ യെല്ലോ ബാക്ക്ഗ്രൗണ്ടിൽ അത് കാണാൻ പറ്റുള്ളൂ കണ്ടോ. ഇങ്ങനെയാണ് ഞാൻ അതിനകത്ത് ലൈറ്റ് ഗ്രീൻ ചെയ്തത്. മനസ്സിലായോ എല്ലാവർക്കും? രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മളിത് ഇവിടെ നിന്ന് ഇടയ്ക്കുള്ള ഭാഗങ്ങളാണ്. അതും നമ്മൾ ഏകദേശം കളർ ഏതാണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. ലൈറ്റ് ഗ്രീൻ പ്ലസ് ക്രോം അല്ലേ കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പ് ഒരു പൂ ഇങ്ങനെ ചെയ്ത് അടുത്തൊരു പൂ. അത് നമ്മുടെ സൗകര്യം, അത് രണ്ട് സൈഡിലും ചെയ്യണം. ഞാൻ രണ്ട് സൈഡിലും ചെയ്തില്ല. ഇന്നും നാളെയും കൊണ്ട് എല്ലാവരും ഇതും ക്ലിയർ ആവും കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്ന് മുതലാണ് വീട്ടിൽ നിന്നത്. ഇന്നലേക്ക് എറണാകുളത്ത് എത്തിയിട്ട് ഇന്ന് വെളുപ്പാങ്കലം 6 മണിക്ക് എത്തിയതേ ഉള്ളൂ. രാത്രി ഭയങ്കര ലൈറ്റ് ഗ്രീനും ലെമൺ അല്ലയോ ക്രോം അല്ലയോ ചേർക്കാം കേട്ടോ. രണ്ട് ലൈറ്റ് ലെമൺ തന്നെ ആയാലും മതി കേട്ടോ. ലൈറ്റ് ഗ്രീൻ്റെ മാക്സിമം ലൈറ്റ് വരാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഇത് ഇങ്ങനെ ഇല ഒരിക്കലും കൊടുക്കരുത്. ഇല നമ്മൾ കളർ ചെയ്യുമ്പോൾ ഇത്രയും അങ്ങ് കവർ ചെയ്ത് പോകണം കേട്ടോ. കണ്ടോ, നടുക്കൊരു മഞ്ഞ കളർ ഒരു ചെറിയ രീതിയിലേ കാണാവും. നടുക്ക് എവിടെ നിന്നാണ് മഞ്ഞയുള്ളത്? ബാക്ക്ഗ്രൗണ്ടിൻ്റെ മഞ്ഞയാണ് കേട്ടോ. നമ്മൾ അതിലാണ് വരയ്ക്കുന്നത്. അപ്പോൾ ആ ഒരു ചെറിയ മഞ്ഞയെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ബാക്കി എല്ലാം ഒരു ലൈറ്റ് ഗ്രീനാണ്. ഇങ്ങനെയാണ് നമ്മൾ ഈ സൈഡിലെ മരം കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത്. അപ്പോൾ അതിൻ്റെ കളർ കോമ്പിനേഷൻ ചെയ്യുന്ന രീതി എല്ലാവർക്കും ഓക്കെ ആണല്ലോ. ഇതാണ് കണ്ടോ, എല്ലാവർക്കും ആ ഒരു കളർ സെക്ഷൻസ് ഓക്കെ ആണല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ തന്നെ ചെയ്യാം കേട്ടോ. ഇവിടെ നമ്മൾ ഓൾറെഡി ഈ ആർച്ചിൽ ഞാൻ ഇത് ഫോട്ടോ ഇട്ടിട്ടില്ല. ഇത് ഞാൻ എന്താണ് ഡാർക്ക് യെല്ലോ കൊണ്ടാണ് ഫില്ല് ചെയ്തത്. ഡാർക്ക് യെല്ലോ എന്ന് പറയുന്നത് യെല്ലോ ഓക്കർ പ്ലസ് പിന്നെ ഏതാണ് ക്രോം അല്ലേ ആണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഫില്ല് ചെയ്തിരുന്ന കളറ് ഡാർക്ക് യെല്ലോ ആണ് കേട്ടോ. യെല്ലോ ഓക്കർ ഒരളവിന് ഒന്നെടുക്കുമ്പോൾ 1:1 എന്നുള്ള അളവിലാണ്. യെല്ലോ ഓക്കർ ഒരു ഡ്രോപ്പ് എടുക്കുമ്പോൾ ഒരു ഡ്രോപ്പ് ക്രോം യെല്ലോ ആണ് കേട്ടോ. അത് മിക്സ് ചെയ്ത കളറാണ്. അധികം വെള്ളം ചേർത്തിട്ടില്ല. ഫില്ല് ചെയ്താണ് ഇതിൻ്റെ ഇടയിൽ ഫുൾ ഭാഗങ്ങൾ ഫില്ല് ചെയ്തിരിക്കുന്നത്. അത് ഓക്കെ ആണല്ലോ, എല്ലാവർക്കും മനസ്സിലായോ? ഒന്ന് നോട്ട് ചെയ്ത് പൊയ്ക്കോളൂ കേട്ടോ. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾ ഈ വോയിസ് കേട്ടാൽ മതി. ഇവിടെ അപ്പുറം ചെയ്തിരിക്കുന്നത് ബേൺ സീനയാണ് കേട്ടോ. ബേൺ സീന ഒരു ഡ്രോപ്പ് കളറിന് 2 ഡ്രോപ്പ് വരെ വാട്ടർ എടുത്തിട്ടുണ്ട്. ബേൺ സീന ഒരു ഡ്രോപ്പ് കളർ എടുത്തപ്പോൾ 2 ഡ്രോപ്പ് കുറച്ച് കളറിന് ഇരട്ടി അളവിൽ വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഭാഗം ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഇവിടെയുണ്ട് കണ്ടോ, ഈ ഒരു ഭാഗത്തും ഉണ്ട്.
അത്രയും ഓക്കെ ആണല്ലോ? ഇത് ബേൺസീന വളരെ ലൈറ്റാക്കി വെള്ളം ചേർത്ത്, ഒരു ഡ്രോപ്പ് കളർ എടുക്കുമ്പോൾ 2 ഇരട്ടി വെള്ളം ചേർത്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് ലൈറ്റ് ഗ്രീൻ, ഓൾട്ടർനേറ്റ് ആയിട്ട് ലൈറ്റ് ഗ്രീനാണ്. ലൈറ്റ് ഗ്രീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് കളറിൽ നിന്ന് എടുത്ത് വയ്ക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ മിക്സ് ചെയ്ത കളർ എടുക്കാം കേട്ടോ. ഞാൻ ഇതിനകത്ത് എടുത്തിരിക്കണം, എനിക്ക് തോന്നുന്നു ഡയറക്റ്റ് കളർ എടുത്തത്. ഇത്രയും ലൈറ്റ് അല്ല, കുറച്ചുകൂടെ ഡാർക്കാണ്. ലൈറ്റ് ഗ്രീനാണ് ഓൾട്ടർനേറ്റ് ആയിട്ട് പോയിരിക്കുന്നത്. പിന്നെ ഈ രണ്ടാമത് പോയിരിക്കുന്നത് പതല്ലോ ബ്ലൂ ആണ് കേട്ടോ. പതല്ലോ ബ്ലൂ ആണ് പോയിരിക്കുന്നത്. അത് നമ്മൾ ഒരുപാട് ഡാർക്കല്ല, ഒരു മീഡിയം ലൈറ്റിലാണ് കളർ ചെയ്തിരിക്കുന്നത്. തീരെ വെള്ളം ലൈറ്റല്ല, എന്നാൽ ഒരു മീഡിയം ലൈറ്റിൽ. അങ്ങനെയാണ് ഈ 2 കളറിങ്ങും പോയിരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തിൻ്റെ കളർ ഒരിക്കൽ കൂടെ പറയാം. ഇത് ഡാർക്ക് എല്ലയാണ്. ഡാർക്ക് എല്ല എന്ന് പറഞ്ഞാൽ യെല്ലോ ഓക്കർ പ്ലസ് ക്രോം എല്ലയാണ്. 2 1:1 എന്ന അളവിലാണ്. പിന്നെ അതിൻ്റെ ഔട്ടേഴ്സ് പോയിരിക്കുന്നത് ബേൺസീനയാണ്. ബേൺസീന 1 ഡ്രോപ്പ് കളറിന് 2 ഡ്രോപ്പ് വാട്ടർ എന്ന അളവിലാണ്. ഇതിനകത്ത് ഫില്ല് ചെയ്തിരിക്കുന്ന ആദ്യത്തെ ലൈറ്റ് ഗ്രീനാണ്, രണ്ടാമത്തെ പതല്ലാണ്, അടുത്ത ലൈറ്റ് ഗ്രീനാണ്. അങ്ങനെയാണ് പോയിരിക്കുന്നത്. അപ്പോൾ അത്രയും ഭാഗം എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ. ഇനി നമ്മളിത് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓറഞ്ചാണ്. നമ്മൾ ഷെയ്ഡ് ചെയ്യാൻ വെച്ച് ഡയറക്റ്റ് കളറിൽ നിന്നതിന് ഓറഞ്ച് കുറച്ച് വെള്ളം ചേർത്ത് ലൈറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതായത് കളർ എത്ര അളവിനെടുക്കുന്നു അത്രയും അളവിന് വെള്ളവും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഓറഞ്ചാണ്. അപ്പോൾ നമ്മൾ എവിടെയൊക്കെ കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം ഓറഞ്ചാണ് കേട്ടോ. ഡയറക്റ്റ് ഓറഞ്ചാണ്. അല്ലെങ്കിൽ വെർമില്യൻ റെഡാണ് നമ്മുടെ ഉണ്ടെങ്കിൽ അതിനകത്ത് കുറച്ച് ക്രോമല്ലോ അല്ലെങ്കിൽ ലെമണല്ലോ ആഡ് ചെയ്യാം. വെർമില്യൻ റെഡേ നമ്മുടെ ഉള്ളൂ. ഓറഞ്ച് ഇല്ലാന്നുണ്ടെങ്കിൽ വെർമില്യൻ റെഡ് എടുക്കുന്നതിൻ്റെ ഇരട്ടി അളവിൽ യെല്ലോ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. സ്കാർലറ്റ് ആണെങ്കിലും അങ്ങനെ തന്നെ. അപ്പോൾ ഓറഞ്ചാണ് ഇവിടുത്തെ കോമ്പിനേഷൻസ് കേട്ടോ. ഇത് ലൈറ്റ് ഗ്രീനാണ്. ഈ ലൈറ്റ് ഗ്രീൻ എന്ന് പറയുന്നത് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്ത ലൈറ്റ് ഗ്രീനാണ്. അതായത് ലൈറ്റ് ഗ്രീൻ പ്ലസ് ലെമണല്ലോ അല്ലെങ്കിൽ ക്രോമല്ലോ മിക്സ് ചെയ്തൊരു കളർ ഉണ്ടാക്കിയില്ലേ, ആ കളറാണ് നമ്മളിത് ഇവിടേക്ക് ലൈറ്റ് ഗ്രീനായിട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ ഗ്രീൻ എന്ന് പറയുന്നത് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്ത ഗ്രീനാണ് കേട്ടോ. കുറച്ചുകൂടെ വാട്ടർ ചേർത്ത് ഈ കളർ തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം ഇതിനകത്ത് കുറച്ചുകൂടെ വെള്ളത്തിൻ്റെ അളവ് കൂടുതലാണ് കേട്ടോ. ഇതെല്ലാം നമ്മൾ കൊടുത്തിരിക്കണം. അപ്പോൾ നമ്മൾ ഓറഞ്ച് പറഞ്ഞു, ഇത് ലൈറ്റ് ഗ്രീൻ കേട്ടോ. ഓറഞ്ച് പറഞ്ഞു, ലൈറ്റ് ഗ്രീൻ പറഞ്ഞു. ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് എന്താണ് ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്തിരുന്നത് ലൈറ്റ് യെല്ലോയാണ്. 1 ഡ്രോപ്പ് ലെമൺ എല്ലോയും 1 ഡ്രോപ്പ് ക്രോം എല്ലോയും കൂടെ മിക്സ് ചെയ്ത കളർ ലൈറ്റ് യെല്ലോയാണ് കേട്ടോ. ലൈറ്റ് യെല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ നോട്ട് വോയിസ് ഇട്ടിട്ടുണ്ട്. ലൈറ്റ് യെല്ലോ കോമ്പിനേഷൻസാണ് ഇവിടെ എല്ലാം പോയിരിക്കുന്നത്. ഓറഞ്ചായി, ലൈറ്റ് ഗ്രീനായി, ലൈറ്റ് യെല്ലോയായി. ഇത് പതല്ലോ ബ്ലൂ നല്ലപോലെ വെള്ളം ചേർക്കും. നമ്മൾ ഡ്രസ്സിന് കൊടുത്തതിനേക്കാളും കുറച്ചുകൂടെ വെള്ളത്തിൻ്റെ അളവ് കൂട്ടും. പതല്ലോ ബ്ലൂ ആണ് വെള്ളം ചേർത്ത് നല്ലപോലെ ലൈറ്റ് ആക്കിയിരിക്കുന്നത്. ഇത് ക്രിംസൺ റെഡ്. ഈ പിങ്ക് കാണുന്നത് ക്രിംസൺ റെഡ് നല്ലപോലെ വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ. ക്രിംസൺ റെഡാണ് നല്ലപോലെ വെള്ളം ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഭാഗത്തിൻ്റെ കളറിങ് ഞാൻ ഇപ്പം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോൾ അറ്റൻഡ് ചെയ്യാത്തവരോ കേൾക്കാത്തവരോ ഉണ്ടെങ്കിൽ റെക്കോർഡ് ക്ലാസ്സസ് ഇടും. അപ്പോൾ അതിന് നോക്കി നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ചെയ്യുക. ഇനി നമ്മൾ പ്രാവിൻ്റെ കളർ കേട്ടോ. പ്രാവിൻ്റെ കളറ് നമ്മൾ കൊടുത്തിരിക്കുന്നത് 2 ഡ്രോപ്പ് പതല്ലോ ബ്ലൂ, 1 ഡ്രോപ്പ് നല്ലൊരു ഹാഫ് ഡ്രോപ്പ് മതി ക്രിംസൺ റെഡാണ് കേട്ടോ. അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞത്? എനിക്ക് അങ്ങനെ തന്നെയാണെന്നാണ് വിശ്വാസം. അങ്ങനെ തന്നെയാ. 2 ഡ്രോപ്പ് പതല്ലോ ബ്ലൂവും ഒരു ഡ്രോപ്പ് വരെ ക്രിംസൺ റെഡുമാണ് കേട്ടോ. ഇത് നല്ലപോലെ വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ വെള്ളം ചേർത്തിട്ടുണ്ട്. ഔട്ടർ കൊടുത്ത് നമ്മളിപ്പം വെള്ളം തൊട്ട് സ്മജ് ചെയ്യാണ് ചെയ്തത്. ആദ്യം നമ്മളിങ്ങനെ ഒരു ഔട്ട്ലൈൻ കൊടുക്കും. കൊടുത്തതിന് ശേഷം ബ്രഷ് വെള്ളത്തിൽ മുക്കി അത് വെള്ളം വെച്ച് സ്മജ് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം 2 ഡ്രോപ്പ് പതല്ലോയും 1 ഡ്രോപ്പ് ക്രിംസണാണ്. പിന്നെ കൺഫ്യൂഷൻസ് ഉണ്ടാവരുത്. എനിക്ക് തെറ്റിപ്പോയാണ് ഇന്നത്തെ ക്ലാസ്സിൽ കൃത്യമായി നോട്ട് തരാമെന്ന് വിചാരിച്ചത്. നമ്മൾ വോയിസ് ഇടുമ്പോഴും പിക്ചർ നോക്കുമ്പോൾ എനിക്കൊരു കൺഫ്യൂഷനാണ്. മറ്റേ ഇതിനകത്ത് ആരെങ്കിലും അറ്റൻഡ് ചെയ്തവർ കൃത്യമായിട്ട് ഓർക്കുകയാണെങ്കിൽ നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അത് എല്ലാവർക്കും ഓക്കെ ആണല്ലോ? ഓക്കെ. അതേ കളർ തന്നെ നമ്മൾ 2 ഫിഗേഴ്സിന് കേട്ടോ. 2 ഫിഗേഴ്സിനോട് നോക്കട്ടെ സ്റ്റാൻഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിത് ഈ ഫിഗേഴ്സിൻ്റെ ഡ്രസ്സ് കണ്ടോ, ക്രൈസ്റ്റിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഫിഗറിൻ്റെ ഡ്രസ്സ് കണ്ടോ, ആ ഫിഗറിൻ്റെ ഡ്രസ്സ് ആ കളറാണ്. അത് നമ്മളിവിടെ ആണെങ്കിൽ ഔട്ട്ലൈൻ കൊടുത്ത് ഉടനെ വെള്ളം ചേർത്താണ് സ്മജ് ചെയ്തത്. ഇത് നല്ല തിക്കായിട്ട് ഔട്ട്ലൈൻ കൊടുത്ത് ഉടനെ തന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് തന്നെ, പക്ഷേ കുറച്ചുകൂടി ഡാർക്കായിട്ടാണ് ഫില്ല് ചെയ്തത് കേട്ടോ ഈ ഡ്രസ്സ് ചെയ്തത്. പിന്നെ നമ്മൾ ചെയ്തത്
ഈ സൈഡിൽ രണ്ട് ഈ ഡ്രസ്സിന് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ പിങ്ക് കഴിഞ്ഞിട്ടുള്ള ഡ്രസ്സിൻ്റെ ഒരു ഗ്രീൻ ചെയ്ത ഡ്രസ്സിൻ്റെ കൈക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാമല്ലോ, ഇത് രണ്ടും ഈ ഒരു ഡ്രസ്സിന് കൊടുത്ത ഇത്രയും കളർ സെയിം കളേഴ്സ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കോമ്പിനേഷൻ പഠിച്ചല്ലോ. ഓക്കെ, ഇനി നമ്മൾ ഈ ക്രിംസൺ റെഡാണ് ഇവിടെ നമ്മൾ ഗ്ലാസ്സിന് കൊടുത്തപ്പോൾ കളർ പറഞ്ഞു. ക്രിംസൺ റെഡ് വളരെ വെള്ളം ചേർത്താണ് പിങ്ക് കാണുന്ന ഡ്രസ്സുകൾക്കെല്ലാം ചെയ്തത്. ക്രിംസൺ റെഡ് നല്ലപോലെ വാട്ടർ ചേർത്താണ് ചെയ്തത്. ഇത് പതല്ലോ ബ്ലൂ ആണ് കേട്ടോ. ബ്ലൂ കാണിച്ചിരിക്കുന്നതെല്ലാം പതല്ലോയാണ്. നമ്മൾ ക്രിംസൺ റെഡ് ഏതൊക്കെ ഡ്രസ്സാണെന്നൊന്ന് പറഞ്ഞു. ക്രിംസൺ റെഡ് നമ്മളിത് ഈ ആദ്യം മുതൽ ഇവിടെ നിന്ന് തുടങ്ങും കേട്ടോ. ഇവിടെ നിന്ന് ക്രൈസ്റ്റിൻ്റെ റൈറ്റ് സൈഡ്, അതിനകത്ത് രണ്ടാമത്തെ ഡ്രസ്സ്, നാലാമത്തെ ഫിഗർ, പിന്നെ ക്രൈസ്റ്റിൻ്റെ ലെഫ്റ്റിൽ ഒരു മൂന്നാമത്തെ ഫിഗർ കേട്ടോ, രണ്ടാമത്തെ ഫിഗർ. അത്രയാണ്. അത് ഫോട്ടോ നോക്കിയിട്ടൊന്ന് നോക്കിയതിനാ. ഓക്കെ, അപ്പം ക്രിംസൺ റെഡ്. പിന്നെ നമ്മൾ ബ്ലൂ ഏകദേശം ക്രൈസ്റ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ അല്ല റൈറ്റ് സൈഡിൽ രണ്ട് ഫിഗറിന് വരുന്നത്. അങ്ങ് ഏറ്റത്തെ ഫിഗറിനും പിന്നെ ഒരു ഫിഗറിൻ്റെ ഷോളും വരുന്നുണ്ട്. അതുപോലെ ലെഫ്റ്റ് സൈഡിൽ അങ്ങേറ്റത്ത് രണ്ടാമത്തെ ഫിഗറിന് വരുന്നുണ്ട്. ഈ ഫിഗറിന് കണ്ടോ. അപ്പം ഇത് മൂന്നും പതല്ലോ ബ്ലൂ ആണ് കേട്ടോ. പിന്നെ നമ്മൾ പഠിക്കേണ്ടത് അടുത്ത് ഡാർക്കാണ്. നമ്മളിപ്പോൾ ലൈറ്റ് ഗ്രീൻ ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറത്ത് ഡാർക്ക് ഗ്രീൻ വെച്ചിട്ട്, ഡാർക്ക് എന്ന് പറയുന്നത് സാബ് ഗ്രീനാണ് കേട്ടോ. സാബ് ഗ്രീനാണ് ഉപയോഗിക്കുന്നത്. ഡാർക്ക് ഗ്രീൻ എന്ന് പറയുന്നത് നമ്മുടെ മ്യൂറൽ എഫക്റ്റ് മാറും. അപ്പോൾ നമ്മൾ സാബ് ഗ്രീൻ വെച്ച് ഷെയ്ഡ് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ സാബ് ഗ്രീൻ വെച്ച് നമ്മൾ വേണ്ട ഈ ഷോള് കണ്ടോ, ഈ ഷോൾ കാണാമല്ലോ എല്ലാവർക്കും. ഈ ഷോളിൽ നമ്മൾ സാബ് ഗ്രീൻ വെച്ച് ഇങ്ങനെ ഔട്ട്ലൈൻ കൊടുത്തിട്ട് ജസ്റ്റ് ബ്രഷ് വെള്ളത്തിൽ മുക്കി സ്മജ് ചെയ്ത് ലയിപ്പിച്ചിട്ടുണ്ട്. സാബ് ഗ്രീൻ ആണ് യൂസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വോയിസ് ഇട്ടപ്പോൾ ലൈറ്റ് ഗ്രീനിൻ്റെ കോമ്പിനേഷൻ ഞാൻ ലൈറ്റ് ഗ്രീൻ അപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ക്ലാസ്സിൽ സാബ് ഗ്രീൻ വെച്ച് കോമ്പിനേഷൻ പറഞ്ഞു കേട്ടോ. ഈ ഡ്രസ്സിൽ സാബ് ഗ്രീൻ വെച്ച് മാത്രം വേറൊരു മൊബൈലും കൂടെ വെച്ചാണ് അഡ്മിറ്റ് ചെയ്യുന്നത്. ഒരു മിനിറ്റ്, ആരോ ഓക്കെ. ഈ ഒരു ഡ്രസ്സെന്ന് പറയുന്നത് സാബ് ഗ്രീൻ മാത്രം വച്ചിങ്ങനെ ഔട്ട്ലൈൻ വരയ്ക്കും. എന്നിട്ട് ബ്രഷ് വെള്ളത്തിൽ മുക്കി സ്മജ് ചെയ്യാണ് ചെയ്തത് കേട്ടോ. അതിൻ്റെ തൊട്ടടുത്ത ഈ ഫിഗർ എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പോഴോ ഈ ഫിഗർ കണ്ടൂടെ? ഓക്കെ ആണല്ലോ അത്. ചെറുതായി കാണുന്നുണ്ട്. ഇപ്പോഴോ ഈ ഫിഗർ ഓക്കെ. അപ്പം പിന്നെ നമ്മൾ ചെയ്തത് നേരത്തെ ലൈറ്റ് ഗ്രീൻ ചെയ്ത എല്ലാ ഫിഗേഴ്സിലും സാബ് ഗ്രീൻ വെച്ച് നമ്മൾ ഈ ആർച്ചിലെ ലവ് സിമ്പിളിലും ലൈറ്റ് ഗ്രീൻ കണ്ട് ഈ ആർച്ചിലെ ലവ് സിമ്പിളിലും ലൈറ്റ് ഗ്രീൻ ചെയ്തെടുത്ത് ചുറ്റും ഡാർക്ക് സാബ് ഗ്രീൻ വെച്ച് ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇലകളിലും സാബ് ഗ്രീൻ വെച്ച് ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ട്. ഇലകളിൽ നമ്മൾ ചെയ്യുമ്പോൾ ലൈറ്റ് ഗ്രീൻ ആണ് ഏകദേശം കവർ ചെയ്തുകൊണ്ട് സാബ് ഗ്രീൻ വെച്ച് ഔട്ട്ലൈൻ കൊടുക്കുമ്പോൾ തിൻ ബ്രഷ് എടുത്താൽ 00യോ 000 എടുക്കാം. ഒത്തിരി കട്ടിക്ക് വേണ്ട, ഒത്തിരി ഇങ്ങനെ വീതിക്ക് വേണ്ട, കുറച്ചുകൂടെ തിന്നായിട്ട് ഔട്ട്ലൈൻ വരച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതത്രയാണ് നമ്മൾ ചെയ്തത്. ഇനി ഹെയർസിൻ്റെ കളർ കേട്ടോ. ഹെയറുകളുടെ കളറാണ്. ഹെയറുകളിൽ ഇത് ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞാണ് ബേൺസീനെയാണ്. ഇത് കണ്ടോ ഇവിടെ ആദ്യത്തെ ആള് തൊട്ട് ഒന്ന് ഹെയർ പറഞ്ഞ നമ്പർ 1 തൊട്ട് പറഞ്ഞിട്ട് വന്ന് അങ്ങനെ. ഇത് ഈ ഫിഗർ കാണുന്നുണ്ടല്ലോ, ഇത് മ്യൂറൽ റെഡ്. ഇന്ന് ഇത് ചെയ്ത ഗ്രേ ആണ്. ഗ്രേക്ക് നമ്മൾ യൂസ് ചെയ്ത കളർ ഒരു ഡ്രോപ്പ് ബേൺസീന്, ഒരു ഡ്രോപ്പ് പ്രഷ്യൻ ബ്ലൂ ആണ് കേട്ടോ. സെയിം അളവിലെടുത്തിട്ട് നല്ലപോലെ വെള്ളം ചേർത്താണ് ഈ കളർ യൂസ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തേത്. മൂന്നാമത്തെയും വീണ്ടും മ്യൂറൽ റെഡാണ്. മൂന്നാമത്തെ ഫിഗർ മ്യൂറൽ റെഡാണ് കേട്ടോ. നാലാമത്തെ ഫിഗർ നമ്മൾ ഇന്ന് ചെയ്ത ഗ്രേ ആണ്. ഓക്കെ ആണല്ലോ. അടുത്ത ഈ ഫിഗർ ബേൺസീന മാത്രമാണ്. ഈ ഫിഗറിന് ബേൺസീന മാത്രമാണ്. ലൈൻസ് കൊടുത്തിട്ട് ചെറുതായിട്ട് വെള്ളം ചേർത്ത് സ്മജ് ചെയ്യാൻ കേട്ടോ. അടുത്ത ഫിഗർ മ്യൂറൽ റെഡ് ഫില്ലിംഗ് ആണ് കേട്ടോ. മ്യൂറൽ റെഡ് ഫില്ലിംഗ് ആണ്. ഒരു ഔട്ട്ലൈൻ കൊടുത്തിട്ട് വെള്ളം ചേർത്ത് ഫില്ല് ചെയ്യാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ ലൈൻസ് വരച്ച് കൊടുക്കുകയാണ് ചെയ്തത്. ഇത് ഫില്ലിംഗ് ആണ്.
അടുത്ത ക്രൈസ്റ്റിൻ്റെ അടുത്തിരിക്കുന്ന ഫിഗർ ഗ്രേ ആണ് കേട്ടോ, ഇന്ന് പഠിച്ച കളർ. ബേൺസീനെയും പ്രഷർ ബ്ലൂ കൂടെ മിക്സ് ചെയ്ത കളർ കേട്ടോ. ഈ സൈഡിലെ ഫിഗേഴ്സ് എല്ലാം ഓക്കെ ആയല്ലോ. ഈ സൈഡിൽ ക്രൈസ്റ്റിൻ്റെ അടുത്തിരിക്കുന്നത് മ്യൂറൽ റെഡാണേ, ഔട്ട്ലൈൻ മാത്രം കേട്ടോ. ഇത് മ്യൂറൽ റെഡ് ഫില്ലിംഗ് ആണ്. ഇത് ബേൺ സീനാണ് കേട്ടോ. അടുത്തത് ബേൺ സീനാണ്, വളരെ ലൈറ്റ് ആയിട്ടാണ്, നല്ലപോലെ വെള്ളം ചേർത്താണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമുക്ക് കളർ കാണുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ തോന്നുന്നത് കേട്ടോ. ഇത് മ്യൂറൽ റെഡാണ്, ഇത് മ്യൂറൽ റെഡാണ്. ഇത് നമ്മൾ ഔട്ട്ലൈൻ മാത്രം വരച്ചു കൊടുത്തു. ഇത് ഫില്ലിംഗ് ആണ്. ഈ ഷോളിന് നമ്മൾ ചെയ്തിരിക്കുന്നത് ബേൺ സീന ഇവിടെ ഹെയർ കൊടുത്ത പോലെ തന്നെ ഔട്ട്ലൈൻ കൊടുത്തിട്ട് വെള്ളം ചേർത്ത് സ്മജ് ചെയ്യാണ്. ഈ അറ്റത്തെ ഈ ഫിഗറിൽ ഈ ഷോള് നമ്മളിതേണ്ട ഈ പില്ലറിൻ്റെ അകത്ത് ഈ ഒരു ഭാഗം ബേൺ സീന വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ട്. ബേൺ സീന വെള്ളം ചേർത്ത് പില്ലർ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഈ ഒരു ഭാഗം ഞാൻ കൈ കാണിക്കുന്നത് കേട്ടോ. ഈ ഇന്നർ പോർഷൻസ് വരുന്നത് ബേൺ സീനയാണ്. ഇന്ന് നമ്മൾ ആദ്യം പഠിച്ച കളർ മിക്സിങ്ങും ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ ഞാൻ റെക്കോർഡിലുണ്ട്. അപ്പോൾ നമ്മുടെ ഇതുവരെയുള്ള ക്ലാസ്സുകളുടെ എല്ലാ നോട്ട്സുകളും അതിനകത്ത് വരുന്നുണ്ട്. ഇനി എനിക്ക് ചെയ്തിടാനുള്ള ടേബിളിൻ്റെ താഴെ കുറച്ച് ഭാഗങ്ങൾ ക്ലിയർ ആയിട്ട് ഡ്രോയിങ് ക്ലിയർ ആക്കണം. പിന്നെ ക്രൈസ്റ്റിൻ്റെ കൈ വരച്ചിടാം കേട്ടോ. ഈ 2 കാര്യങ്ങളാണ് എനിക്ക് ചെയ്യാനുള്ളത് കേട്ടോ. നമുക്ക് നാളെ ക്ലാസ് ഉണ്ടാകും. നമുക്ക് തന്ന ഫിഗറിനകത്തില് ക്രൈസ്റ്റിന്റെ ഒരു കാലേ ഉള്ളൂ. ഇപ്പൊ മാഡത്തിന്റെ ഫിഗർ നോക്കുമ്പോൾ ഫോട്ടോസ് ഇടാം കേട്ടോ. അതായത് അവിടെ സ്പേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കി പിന്നീടാണ് ഫിഗർ നമ്മൾ ചെറുതായിട്ട് വരയ്ക്കാൻ നോക്കുമ്പോൾ വളരെ കുറച്ച് സ്പേസേ കാണത്തുള്ളൂ. അതൊന്നും വരയ്ക്കാനേ പറ്റുള്ളൂ. നമ്മളത് വലുതായപ്പോഴാണ് സ്പേസ് കൂടുതൽ. അപ്പോൾ ഞാൻ അതൊന്ന് വരച്ച് ഇട്ട് തരാം കേട്ടോ. ഞാൻ അങ്ങനെ കൈയുടെ ആയാലും ഞാൻ നോട്ട്ബുക്കിൽ കൃത്യമായിട്ട് അതെങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളത് മാർക്ക് ചെയ്ത് വരച്ചിടാവേ. ഓക്കെ മാം. ഒന്നുകൂടി ആ ആർച്ച് മാതിരി ഇല്ലേ, ഒരു ബ്രൗൺ മാത്രമായിട്ടാണ് അതിന്റെ ഉള്ളിൽ എന്നാ യെല്ലോ ഇട്ടാക്കണത്? ഏതിലാണ് മാം? ആ ബ്രൗൺ കളറിലെ ആർച്ച് മാതിരി ഇട്ടിട്ടില്ല, ബേൺസീന മാത്രം. ബേൺസീന മാത്രം. അതിന്റെ ഉള്ളിലിട്ടാക്കണ യെല്ലോ എന്നാ കളറാ? അത് ഡാർക്ക് യെല്ലോ, ഒരു ഡ്രോപ്പ് യെല്ലോ ഓക്കറും ഒരു ഡ്രോപ്പ് എന്താണ് ക്രോം എല്ലാം കൂടെ വരുന്നത്, ഡാർക്ക് യെല്ലോ. അപ്പോൾ നമ്മുടെ ഏകദേശം കളർ ബാക്കി നമ്മൾ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഞാൻ പഠിപ്പിച്ചപ്പോൾ നോട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്, വോയിസിനകത്ത് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ ക്ലാസ് ഉണ്ട് 8 o'clock തന്നെയാണ്. എല്ലാവരും ജോയിൻ ചെയ്യണം. ഇതുവരെയുള്ളത് കഴിയുന്നത് നിങ്ങളൊന്ന് മെനക്കെട്ടിരുന്ന് സമയം കണ്ടെത്തി കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. ഒരാഴ്ച ലീവ് തന്നില്ലേ? അത് വാസ്തവാണ്. താങ്ക് യു മാം. ഓക്കെ, ബൈ ബൈ, ഗുഡ് നൈറ്റ്. താങ്ക് യു മാം. ഓക്കെ, ഗുഡ് നൈറ്റ്. മോളെ മിനി, റെക്കോർഡ് ബാ. മിന്നു